വിരഹത്തിന് ശേഷമുള്ള ഇരുൾ വീണ നിശബ്ദതയിൽ അവനൊരു നിഴൽ മാത്രമായിരുന്നു. വേദനിക്കുന്ന ഓർമ്മകളുടെ നൂലിലൂടെ ഇഴചേർന്ന് ചുരുളഴിയുന്ന ഒരു മനുഷ്യൻ. ഒരു കാലത്ത് മനുഷ്യരൂപത്തിലുള്ള അക്രമത്തിൻ്റെ സിംഫണിയായിരുന്ന അയാൾ സ്നേഹത്തിനായി തോക്കുകൾ താഴെയിട്ടു. തൻ്റെ ഭൂതകാലത്തിൻ്റെ തകർന്ന അസ്ഥികളിൽ നിന്ന് ദുർബലമായ ഒരു സമാധാനം നെയ്തു. എന്നാൽ വിധി ക്രൂരമാണ്. ദ ഗോഡ്സ് ഓഫ് ബ്ലഡ് ഡിമാൻഡഡ് their due. മരണത്തിന് കീഴടങ്ങിയ തൻ്റെ പ്രിയപ്പെട്ടവളുടെ അവസാന സമ്മാനത്തെ, ആ നായ്ക്കുട്ടിയെ, അവർ ഇല്ലാതെയാക്കിയപ്പോൾ, പ്രതീക്ഷയുടെ അവസാന കനൽ അവർ അവനിൽ നിന്ന് എടുത്തപ്പോൾ, they didn't summon a man, they summoned their reckoning. സ്വന്തം നിരാശയുടെ ചാരത്തിൽ നിന്ന് അയാൾ എഴുന്നേറ്റു. ദുഃഖത്തിൽ നിന്നും കോപത്തിൽ നിന്നും കൊത്തിയെടുത്ത ഒരു കോലാഹലവുമായി അനിവാര്യതയുടെ കൃത്യതയോടെ അയാൾ നീങ്ങി. ഓരോ വെടിയുണ്ടയും പ്രതികാരത്തിൻ്റെ ഒരു സ്തുതിഗീതമായിരുന്നു. ഓരോ ശ്വാസവും തന്നോട് തെറ്റ് ചെയ്തവരുടെ മേലുള്ള ഒരു ശാപമായിരുന്നു. ദി അണ്ടർവേൾഡ്, so sure of his slumber, quaked at the sound of his name once more. അവൻ വേട്ടയാടുകയായിരുന്നില്ല. പ്രതികാരത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നിന്നും പല പേരുകളും അവൻ മായ്ച്ചു കളയുകയായിരുന്നു. An empire would burn because they mistook a sleeping lion for a dead one. അതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് അയാൾ തൻ്റെ ഇതിഹാസത്തെ രക്തത്തിലും തീയിലും നിശബ്ദതയിലും പുതുതായി കൊത്തിവെക്കും. In blood, fire and silence. ഹലോ, ഹായ്, വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല, ആപ്പിൾ മ്യൂസിക്, ആമസോൺ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പിന്നെ ജിയോ 7, പോക്കറ്റ് കാസ്റ്റ്, കാസർ FM അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഞങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഞങ്ങൾ ഫോളോ ചെയ്യാം. ഞങ്ങളവിടെ ഷോർട്ട് ഫോമാറ്റിലുള്ള കോണ്ടന്റ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് കുടുംബത്തിന് താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. തുടർന്നും ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുക. നിങ്ങളുടെ സ്നേഹവും ആദരവുമാണ് വീണ്ടും തുടർ എപ്പിസോഡുകൾ ചെയ്യാനായിട്ടുള്ള ഞങ്ങളുടെ പ്രചോദനം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കഥ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത് ജോൺ വിക്കിന്റെ കഥയല്ലേ? എന്നാൽ ഞാനിപ്പോൾ പറഞ്ഞത് ജോൺ വിക്കിന്റെ കഥയല്ല. മയക്കുമരുന്നിന്റെ ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് ഒരു പോലീസ് ഓഫീസറുടെ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ജോൺ വിക്ക് ഒക്കെ വരുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, മലയാളത്തിൽ ഇതുപോലൊരു കഥയുണ്ട്. അതാണ് വ്യൂഹം. 1990 പുറത്തിറങ്ങിയ രഘുവരൻ നായകനായ ചിത്രമാണ് വ്യൂഹം. അപ്പം വ്യൂഹത്തിന്റെ മെയിൻ കഥ ഇതല്ല, പക്ഷെ അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വെൽക്കം ചെയ്യാം മിസ് യുഡിസി കുമാരി. വെൽക്കം ടു ദി ഷോ. ഹായ്, ഹലോ. അപ്പം മലയാളത്തിന്റെ ജോൺ വിക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അല്ല, തീർച്ചയായിട്ടും നമ്മൾ കണ്ടോണ്ടിരുന്നപ്പോഴും നമ്മളതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ജോൺ വിക്കുമായിട്ട് ഭയങ്കര സാമ്യമുണ്ടല്ലോ, ഇപ്പൊ ചാവും എന്നും പറഞ്ഞുകൊണ്ട്. അതായത് നമുക്ക് ജോൺ വിക്കിനേക്കാളും കുറച്ചുകൂടെ സ്ക്രീൻ ടൈം ഇതിൻ്റെ അകത്തിലെ ആ പട്ടിക്കുട്ടിക്കുണ്ട്. പക്ഷേ സാഡ്ലി ആ പട്ടിക്കുട്ടിയും അന്തരിക്കുകയാണ്. യുദ്ധത്തിന്റെ നീതിശാസ്ത്രത്തിൽ ചതിയൊന്നുമില്ല മിസ്റ്റർ ശിവൻ. ബാബു ആന്റണിയാണ് ഇതിന്റെ അകത്ത് പട്ടിക്കുട്ടിയെ കൊല്ലുന്നത്. അപ്പം വ്യൂഹം ഒരു മൾട്ടി സ്റ്റാർ ചിത്രം എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ്. അപ്പം നമുക്ക് രഘുവരനുണ്ട്, സുകുമാരൻ ഉണ്ട്, പിന്നെ നമ്മുടെ CR7 ക്യാപ്റ്റൻ രാജു, പിന്നെ ബാബു ആന്റണി, ജോസ്, ഉർവശി, പിന്നെ നമ്മുടെ പാർവതി ജയറാം, രാജൻ പി ദേവ്, കൊല്ലം അജിത്. നമ്മൾ മറക്കാൻ പാടില്ലാത്ത നമ്മുടെ സ്റ്റാർ സ്റ്റാർട്ടഡ് കാസ്റ്റിലെ ദി സ്റ്റാർ ഉണ്ട്, നമ്മുടെ സ്റ്റാർ ദേവ്ജി. Yes, of course. ദേവ്ജി. ആൻഡ് ഫോർ our happy information, ദേവ്ജി ഇതിനകത്തിൽ അന്തരിക്കുന്നതല്ല. സോ ഞങ്ങളൊരു ദേവ്ജിക്കൊപ്പം പ്രതീക്ഷിച്ചു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി he survived. ദേവ്ജിക്കൊപ്പം അല്ല, ഞങ്ങൾ ഇതിൽ ദേവ്ജിക്കൊപ്പത്തിനേക്കാളും കൂടുതൽ പ്രതീക്ഷിച്ചത് #സുകുമാരനൊപ്പം ആയിരുന്നു. പക്ഷേ അദ്ദേഹം ഇതില് സർവൈവ് ആയി. പിന്നെ ഞങ്ങള് ഉർവശിക്കൊപ്പം പ്രതീക്ഷിച്ചു, പക്ഷെ ഉർവശിയും സർവൈവ് ചെയ്തു. ദിസ് ഇസ് നോട്ട് എ സാഡിസ്റ്റിക് ഫിലിം. ഇത് ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ ഉണ്ടാക്കിയ പടമാണ്. സാഡ്നെസ് എല്ലാം അദ്ദേഹത്തിന്റെ പാസ്റ്റിലാണ്. ആൻഡ് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ജയങ്ങൾ മാത്രമേ ഉള്ളൂ.
എന്താണ് ഒരു പിന്നെ ഒരു പോലീസിന് കൊളാട്രലായിട്ട് രാജൻ ഹാഷ്ടാഗ് രാജൻ പി ദേവിനൊപ്പം വേണമെങ്കിൽ പറയുന്നു. പുള്ളിയുടെ ഡെത്ത് കാണിക്കുന്ന പോലും കഷ്ടമുണ്ട്. അത് ലിറ്ററൽ കൊലാട്രൽ ഡാമേജ് എന്ന് പറയുന്ന സാധനമായിരുന്നു. കഷ്ടമുണ്ട്. Yeah. ഒരു So, ഒരു അണ്ടർ കവർ ഓപ്പറേറ്റീവിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ടെക്സ്റ്റ് ഉദാഹരണമാണ് ഈ പടത്തിൽ കാണാൻ സാധിച്ചത്. വളരെ മനോഹരമായിരുന്നു. yes. പിന്നെ ഹാഷ്ടാഗ് പാർവതിക്കൊപ്പം പറയാം. Yeah, തീർച്ചയായിട്ടും. Yeah. പിന്നെ പാർവതി അപ്പം മരിക്കാതെ അദ്ദേഹത്തിന്റെ പാസ്റ്റിലുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് ലെറ്റ്സ് സേ ദാറ്റ് ഇറ്റ്സ് നമുക്കങ്ങനെ സങ്കടം തോന്നുന്ന ഒരു കാര്യമില്ല. അദ്ദേഹത്തിന്റെ പാസ്റ്റിലുള്ള ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ ആദ്യത്തെ കഥ കേട്ടോണ്ടിരുന്നപ്പോഴത്തേനും നമ്മൾ കേട്ടതുപോലെ വൈഫിനോടൊപ്പം ഉള്ള സീൻസും കാര്യങ്ങളും ഒന്നും അധികം ഇല്ല. അത് കുറച്ചുകൂടെ ഒരു പാസ്റ്റില് അവര് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ആ പാസ്റ്റിനെ ഡ്രൈവ് വേണമെങ്കിൽ ചെയ്തിട്ടാണ്. ആ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ വേണമെങ്കിൽ പോവാം. പാസ്റ്റ് തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ട് ഇപ്പം തീർച്ചയായിട്ടും. ടോണി എന്നാണ് രഘുവരന്റെ ക്യാരക്ടറിന്റെ പേര്. SI ടോണി ടോണിയാണ്. ലൂയിസ്. യെസ്. ടോണി എസ് ഐ ലൂയിസ് ആണോന്ന് അറിഞ്ഞൂടാ. പുള്ളി CBCIDയിലുള്ളതല്ലേ. അപ്പൊ SI ആ അങ്ങനത്തെ റാങ്ക് ആണോന്ന് അറിയത്തില്ല. ഇൻസ്പെക്ടർ ആയിരിക്കും. ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ ടോണി എന്നാണല്ലോ കടന്നിരുന്നത്. ടോണി ലൂയിസ് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പം അദ്ദേഹം ഒരു എന്താ പറയുന്നേ വിജിലാൻഡി കോപ്പ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന നമ്മുടെ ക്രിസ്റ്റഫർ ഒക്കെ വരുന്നതിന് മുന്നേ ഉള്ള വിജിലാൻഡി കോപ്പായിരുന്നു മമ്മൂക്കയുടെ ക്രിസ്റ്റഫർ. യെസ്, നമുക്കിടെ ക്രിസ്റ്റഫർ ഭാഗ്യവശാൽ ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലല്ലേ? വളരെ വളരെ നല്ലൊരു മികച്ച എന്റെ ഡയലോഗുകളൊക്കെ ഉണ്ട് അതിനകത്ത്. എന്റെ ഒരു ഉറ്റ സുഹൃത്തിന്റെ പേരാണ് ക്രിസ്റ്റഫർ. സോ എനിക്കത് കാണാൻ തോന്നിയില്ല. അദ്ദേഹത്തെ ഓർത്തല്ലേ? അതിനകത്ത് അതെ അതെ അതെ, തീർച്ചയായിട്ടും. മികച്ച അല്ല, ഒരു തീരുമാനം. ഞങ്ങളുടെ ഉറ്റ സുഹൃത്താണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായി അറിയാവുന്ന ഒരാളാണ്. Yes. അതെ, തീർച്ചയായും. ക്രിസ്റ്റഫർ പടത്തിന് അതില് എന്താണ് വിജിലാൻറ്റി കോപ്പാണ് മമ്മൂക്ക. ആ, ക്രിസ്റ്റഫറിന്റെ അകത്ത് മമ്മൂക്ക വിജിലാൻറ്റി കോപ്പാണ്. അദ്ദേഹം സംഹാരമൂർത്തിയാണ് അതിൻ്റെ അകത്ത്. അപ്പം ഇതില് പുള്ളി ഒരു സംഹാരമൂർത്തിയാണ്, നമ്മുടെ ടോണി ലൂയിസ്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് വെടിവെച്ച് വെടിവെക്കുന്ന അദ്ദേഹത്തിന്റെ അണ്ടർ കവർ ഓപ്പറേഷനുകളിലെല്ലാം ഗൺ ഇൻവോൾവ് ആയിരിക്കും. അപ്പം തീർച്ചയായും. അങ്ങനെ ഒരു കൂടുതൽ ചോദ്യം ഒന്നും ഉണ്ടായിരുന്നല്ലേ. ക്രിമിനൽസിനെ എല്ലാം അങ്ങനെ വകവരുത്തണമെന്നുള്ള രീതിയിലുള്ള ഒരു പണിഷർ കോപ്പാണ് പുള്ളി സത്യം അതെ അതെ പറഞ്ഞു അതെ കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും. ഒരേ ഈ സമയം ഡ്രഗ് പണിഷറും ജോൺ വിക്കും കൂടെ ഒരുമിച്ച് വരുന്നതിന് അതെ അതെന്ന് വെച്ചാല് വെറുതെ സിവിലിയൻസിനെ ഒന്നും അങ്ങനെ വെട്ടിക്കൊല്ലത്ത് അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലത്തൊന്നുമില്ല. പുള്ളി ഇങ്ങനെ ഈ ഡ്രഗ് ബസ്റ്റ് ഒക്കെ ചെയ്യുമ്പോ ആരെങ്കിലും രക്ഷപ്പെട്ടു പോവൊക്കെ ആണെങ്കിൽ അവനെ അന്നേരം തന്നെ വെടിവെച്ചാൻ കൊല്ലും. എൻകൗണ്ടർ ചെയ്യും. എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആണ് ഒരർത്ഥത്തിൽ. Yeah. പുള്ളിയുടെ പണി അതല്ല, പക്ഷെ പുള്ളി ചെയ്യുന്നത് അതാണ്. അപ്പം പത്രത്തിലൊക്കെ ഈ ഇങ്ങനെ ന്യൂസ് ആയിട്ട് ആർട്ടിക്കിൾസ് ആയിട്ടൊക്കെ വരാറുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച്. അതെ അതെ അതെ. അപ്പം എന്താണ് പാർവതി സിനിമാ നായകനെ വെല്ലുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മയക്കുമരുന്ന് വേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് പത്രത്തിൽ. പിന്നെ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സാധനമൊക്കെ അതിന്റെ അടിയിലെ ക്ലിപ്പിംഗ്സ് ആയിട്ട് അല്ലാതെ ഇത് ഭയങ്കരമായിട്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇദ്ദേഹത്തിന്റെ ഈ ഒരു അതായത് ഈ സ്പോണ്ടേനിയസ് ആയിട്ട് ആൾക്കാരെ കൊല്ലുന്ന ആ ഒരു സാധനം പത്രത്തിലും അല്ലാതെ തന്നെ നമ്മുടെ ദേവ്ജിയാണ് ഇദ്ദേഹത്തിന്റെ ഹെഡ് ഓഫീസർ സീനിയർ. യെസ്. അപ്പൊ അവരൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. പത്രത്തിൽ തന്നെ വരുന്ന ഒരു ന്യൂസ് ഇങ്ങനെയാണ്: മയക്കുമരുന്നിന്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ അഴിഞ്ഞാട്ടം, ജീവിതം കളിപ്പാട്ടമായി കരുതുന്ന കളിപ്പാട്ടമായി കരുതി മയക്കുമരുന്ന് പിടിക്കുന്ന പോലീസ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ടൈറ്റിൽസ് വരുന്നത്. സോ ദേവ്ജിയുടെ പേര് ഇതില് രവീന്ദ്രനാഥ് എന്നാണ്. ടാഗോറിന്റെ ഡിവൈസ് ആണെന്ന് തോന്നുന്നു അല്ലെ? പുള്ളിയുടെ പാസ്റ്റിലാണ് പാർവതിയുടെ റോള് വരുന്നത്. അദ്ദേഹത്തിന്റെ വൈഫായിട്ട് ടെസ്സി. DYSP അല്ല കേട്ടോ, രവീന്ദ്രനാഥ് ഒരു DIG ആണ്. ഓ, രവീന്ദ്രനാഥ് DIG. രവീന്ദ്രനാഥ് ടാഗോർ അല്ല. അപ്പൊ പാർവതിയുടെ കാര്യം പറയൂ. പാർവതി ടെസ്സി എന്നാണ് പാർവതിയുടെ പേര്. അപ്പം ഇദ്ദേഹം ഒരു ഓർഫനാണ് ടോണി. അപ്പം ഓർഫനേജിൽ തന്നെയാന്ന് തോന്നുന്നു ടെസ്സിയും അവർ കണ്ടുമുട്ടുന്നത്. അപ്പൊ അങ്ങനെയാണ് അവർ ഒരു കപ്പിളായി മാറുന്നത്. കപ്പിൾ ഗോൾസ് ഒക്കെ മീറ്റ് ചെയ്തുകൊണ്ട് അവരെങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി
ആക്ച്വലി ഉണ്ടല്ലോ, നമുക്ക് ഈ പടം കാണുമ്പോൾ ഞങ്ങൾക്കും ഉണ്ടായിരുന്ന ഡൗട്ടാണ്, നിങ്ങൾ ഭാവിയിൽ പടം കാണുകയാണെങ്കിൽ ഇത് ഞങ്ങൾക്കും വ്യക്തമായിട്ടില്ല, നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വ്യക്തമാണെങ്കിൽ ഞങ്ങളോട് പറയുക. ആക്ച്വലി ഇതിനകത്ത് പാർവതി പുള്ളിയായിട്ട് ലിവിങ് ടുഗദർ ആണോ അതോ ഗേൾ ഫ്രണ്ട് അവസ്ഥയാണോ അതോ ഭാര്യയാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒന്നിച്ചാണ് താമസിക്കുന്ന പോലെ നമുക്ക് തോന്നും, പക്ഷേ ഒരു വ്യക്തമല്ലത്. പുള്ളി പറയുന്നില്ല ഭാര്യയാണെന്ന്, പക്ഷെ ഭാര്യ പോലെയാണ്. എന്താണ് അവസ്ഥ നോക്കാം അങ്ങോട്ട്. എനിക്കൊന്ന് ലിവിങ് ടുഗദർ ആയിരിക്കും പ്രോബ്ലം, ബിക്കോസ് അവരൊന്നിച്ച് എന്താണേലും കുഞ്ഞിലായിട്ട് ലിവിങ് ടുഗദർ ആണ്, ഒന്നിച്ചല്ലേ വളർന്നു വരുന്നതൊക്കെ. അപ്പൊ മേ ബി അവര് ഒരു അപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്യുന്നത് അങ്ങനെ വല്ല ആയിരിക്കും, എനിക്കറിഞ്ഞൂടാ. അത് കണ്ടിട്ട് ഇതുപോലെ ഒരു ബന്ധം മുമ്പ് ഏതോ ഒരു എപ്പിസോഡിന്റെ അകത്ത് നമ്മള് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേതാണ് നമ്മുടെ ലവ് ഇൻ സിംഗപ്പൂറിലെ ജയന്റെ റോളായിരുന്നു. അങ്ങനെ തന്നെയാണ് അവരുടെ രണ്ട് കപ്പിൾസും അങ്ങനെ ലിവിങ് എന്നല്ലേ അങ്ങനത്തെ ഒരു സാധനം. എന്താണ് അതിന്റെ ഒരു പരിപാടി എന്ന് അറിഞ്ഞൂടാ. അതുപോലെ തന്നെയാണ് ഇതിനും. കാരണം പുള്ളി ഈ കഥ നമ്മളോട് സുകുമാരനോട് പറയുന്ന പോലെയാണ് നമ്മളോട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും വൈഫ് എന്നുള്ള രീതിയിൽ നമ്മളോട് അതിനെ അങ്ങോട്ട് പറയുന്നില്ല. അപ്പൊ നമുക്ക് സാധാരണ എന്റെ ഭാര്യ മരിച്ചുപോയി അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, ജോൺ വിക്കിലാണെങ്കിൽ അത് ഭയങ്കര എവിഡന്റ് ആയിട്ട് വൈഫാണെന്ന് കാണിക്കുന്നുണ്ട്. ബട്ട് ഇതിനകത്ത് ആ വൈഫാണോ എന്നുള്ളത് നമ്മളെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല. അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു പോയിന്റ്. നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നെസസറി, കാരണം അദ്ദേഹത്തിന്റെ ലവ് ആണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഞാനത് പറയാൻ വരുമായിരുന്നു. കാര്യം അതിപ്പം വലിയ പ്രസക്തിയൊന്നുമില്ല. ഇറ്റ്സ് എ മിസ് ടു ഡീറ്റെയിൽ എന്നുള്ള കാര്യം ഞാൻ പറയുന്നേ ഉള്ളൂ, അതിന് പ്രസക്തി ഉണ്ടെന്നുള്ളതല്ല. അപ്പം പുള്ളിക്കാരി അങ്ങനെ മരിക്കുകയാണ്. എങ്ങനെയാണ് പുള്ളിക്കാരി മരിച്ചത് എന്ന് ഓർക്കുന്നുണ്ടോ? കട്ടിലിരുന്ന് എന്തോ ചെയ്തോണ്ടിരിക്കുമ്പോ പാർവതി വന്നിട്ട് നമ്മൾ നോർമൽ ഹസ്ബൻഡ് വൈഫ് ഒരു ട്രാൻസാക്ഷൻ പോലെ അവരൊരു ചെറിയൊരു ഒരു ലവ് ബേർഡ് തിങ് ചെയ്യും. ആൻഡ് ദെൻ അത് കഴിഞ്ഞ പുള്ളിക്കാരി താഴേക്ക് വന്ന് എന്തോ കുക്ക് ചെയ്യാൻ എടുക്കുമ്പോ താഴെ വന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന പോലെയാണ് നമ്മളെ കാണിക്കുന്നത്. അതും ഒരു ഇച്ചിരി അൺക്ലിയർ ആണ്. ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നതാണോ അതോ ഗ്യാസ് ലീക്ക് വരുന്നതാണോ, അതൊരു ഇച്ചിരി അൺക്ലിയർ ആയിട്ടാണ്. ഗ്യാസ് കുറ്റിയുടെ ഇത് കാണിക്കും, പിന്നെ പുള്ളിക്കാരെ തിരിക്കുമ്പോഴത്തേക്കും ബ്ലാസ്റ്റും കാണിക്കുന്നുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. ബ്ലാസ്റ്റ് കാണിക്കുന്നില്ലല്ലോ, അതിന്റെ ഒരു സൗണ്ട് മാത്രമല്ല കേൾപ്പിക്കുന്നുള്ളൂ. അപ്പൊ ഭയങ്കര അൺക്ലിയർ ആയിട്ടാണ് ആ ഒരു ഡെത്തും കാണിക്കുന്നത്. ബട്ട് എനിവേസ് പുള്ളി താഴേക്ക് ഓടി വന്ന് നോക്കുമ്പോ എല്ലാം തീർന്നിരുന്നു. സാഡ്ലി അദ്ദേഹത്തിന് പാർവതിയെ നഷ്ടപ്പെടുകയാണ്. പക്ഷെ ആ സമയത്ത് പട്ടി ഉണ്ടോന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടാ കേട്ടോ, അതും ഭയങ്കര ക്ലിയർ. ആ സമയത്ത് പട്ടി ഉണ്ടായിരുന്നു ആണോ? ആക്ച്വലി ഞങ്ങള് പട്ടി വന്ന ഫസ്റ്റ് സീൻ ഈ പട്ടിക്കുട്ടിയല്ല, പട്ടി തന്നെയാണ്. ഇറ്റ്സ് ഗ്രോൺ ഡോഗ്. ഓക്കെ, അപ്പം ഇപ്പൊ ഈ രഘുവരൻ ഇരിക്കുന്ന ചാരുകസേരയുടെ കീഴിലാണ് ഈ പട്ടി കിടക്കുന്നത്. അപ്പം ഞാനിങ്ങനെ എനിക്കത് ഒന്നാമത് ഭയങ്കര ഫ്ലഫി ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സ്പിറ്റ്സ് ആണ്. അപ്പൊ അതിന്റെ അടിയിൽ കിടക്കാൻ ഞാൻ വിചാരിച്ചല്ല ഈ ടേബിൾ മാറ്റോ അല്ല വല്ല മാറ്റ് ആയിരിക്കുന്നത്, ഫ്ലഫി മാറ്റ്സ് അല്ലേ അതുപോലെ. അപ്പൊ നമ്മുടെ ദിഗു ആണ് എന്നൊക്കെ കണ്ടുപിടിച്ചത് അതൊരു ഇറ്റ്സ് നോട്ട് എ മാറ്റ്. അതിനെയാ കണ്ടത്, ഇവന്റെ കസേരയുടെ ഇതിന്റെ അടിയിൽ ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ അത് പട്ടിക്കുട്ടി അന്നേരം ഉണ്ടായിരുന്നായിരിക്കണം, അത് വലുതായതായിരിക്കും. കാര്യം പുള്ളിക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അതിനോട്. അതെ അതെ അതെ, കാരണം അദ്ദേഹത്തിന്റെ ലൈഫിലുള്ള ആകെ ഒരു ലിവിങ് പ്രസൻസ് എന്ന് പറയുന്നത് ആ പട്ടി മാത്രമേ ഉള്ളൂ. വേറെ ആരും ആ വീട്ടിലില്ല. അദ്ദേഹം ഹിസ് ഓൾവേസ് റെഡി ടു ഡൈ. എനിക്കിനി മരിച്ചാൽ മതി, എനിക്കിനി ആരും ഇല്ല, ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ആകെ ആശ്രയം ആ പട്ടിയാണ്. അത് മാത്രമുള്ള അവിടെ ജീവനുള്ള ഒരു വസ്തു ആ വീട്ടില് ആഫ്റ്റർ പാർവതീസ് ഡെത്ത്. അപ്പം ടോണിയുടെ ഈ നമ്മുടെ സിനിമ തുടങ്ങുന്നത് തന്നെ ആക്ച്വലി കേരളത്തിലെ മയക്കുമരുന്നിന്റെ ഒരു അതിപ്രസരത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ലഹരി മാഫിയ കേരളത്തിലെ പിടിമുറുക്കുന്നതിനെ കുറിച്ചും അതില് നമ്മുടെ കുട്ടികളൊക്കെ അതിന് അടിമപ്പെട്ടു പോകുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അത് ഇപ്പൊ കാണുമ്പോഴത്തേക്ക് അത് വളരെയധികം എന്താ പറയുക ഹൈലി റിലേറ്റബിൾ ആയിട്ട് തോന്നിയത് മാത്രമല്ല, അന്തക്കാലം തൊട്ട്, ഇത് 1990 ഈ പടം വരുന്നത്. അന്തക്കാലത്ത് കേരളത്തിലെ ലഹരി മാഫിയ പിടിമുറുക്കിയെന്നും കുട്ടികളെ ലഹരിക്ക് അടിമയാകുന്നു എന്നൊക്കെ പറഞ്ഞ് കോളേജിലും ക്യാമ്പസിലും ഒക്കെ ഇതിന്റെ ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് അതിന് യാതൊരു മാറ്റം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അത് കൂടിക്കൂടി വരുവാണല്ലോ എന്ന് ഉള്ള ഒരു സാഡ് റിയാലിറ്റിയും ഞാൻ ഒരു നിമിഷം ഓർത്തുപോയി. അപ്പൊ ഈ ലഹരി മാഫിയക്കെതിരെ ആഞ്ഞടിക്കാനായിട്ടുള്ള ഒരു ഓഫീസറെ തപ്പി
യെസ്. അവരൊരു ഇറങ്ങി സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് വിങ് വരെ ഉണ്ടാക്കും. കൊച്ചി കേന്ദ്രീകൃതമാക്കി അവര് ആ ഒരു കാരണം അവിടുത്തെ ആ ഒരു ഭയങ്കര ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രഗ്സ് ഇറങ്ങുന്നുണ്ട്. ഡിഫറെന്റ് പല നാടുകളിൽ നിന്ന് ഡ്രഗ്സ് ഇമ്പോർട്ടഡ് ആവുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ കൂടി വരുമ്പോഴത്തേനും എന്താണ് അവര് ഇതിനൊരു സ്പെഷ്യൽ വിങ് ഉണ്ടാക്കും. ആ സ്പെഷ്യൽ വിങ്ങിന്റെ നാർക്കോട്ടിക്സ് ഇൻസ്പെക്ടർ ആയിട്ടാണ് ഇൻസ്പെക്ടർ ടോണി ലൂയിസ് വരുന്നത്, നമ്മൾ ഇൻട്രൊഡ്യൂസ് ആകുന്നത്. അപ്പൊ ഒരു കൊലപാതകം നടക്കുന്നുണ്ട്. മഹേഷ് എന്ന് പറഞ്ഞ ആക്ടർ, അദ്ദേഹത്തിന്റെ കൊലപാതകം നടക്കുന്നു. ആ കൊലപാതകം ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കും പുള്ളിയുടെ ശരീരത്തിൽ നിന്ന് പിടികൂടിയ ഹെറോയിൻ എന്ന നാമധാരിയായിട്ടുള്ള ഡ്രഗ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് സുകുമാരന്റെ ക്യാരക്ടറാണ്, കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. കസ്റ്റംസ് ആണോ നാർക്കോട്ടിക്സ് ആണോ എന്താണ് നമ്മൾ നാർക്കോട്ടിക്സ് ആണ്. കാരണം പുള്ളി വൈറ്റ് യൂണിഫോം അല്ല ഇടും. കോസ്റ്റ്യൂം കസ്റ്റംസിന്റെ പോലെയാണ്, പക്ഷെ നാർക്കോട്ടിക്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി അവർക്കും അങ്ങനെ ഉണ്ടോ? ചിലപ്പോ വല്ല ജോയിന്റ് ഫോഴ്സ് എല്ലാം ആണോ, അതോ ഇനിയിപ്പോ ഇവർ കോസ്റ്റ്യൂം സെക്ഷന് സാധനം മാറിപ്പോയതാണോ എന്ന് അറിയത്തില്ല. അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നായിരിക്കും. ജോയിന്റ് ഫോഴ്സ് ആയിരിക്കുന്നു. ഈ നാർക്കോട്ടിക്സ് ഓഫീസേഴ്സിനെയൊക്കെ കാണുമ്പോഴത്തേക്ക് അവർ കൂടുതൽ ഈ അണ്ടർ കവർ മഫ്റ്റിയിലൊക്കെ ആയതുകൊണ്ട് അവരുടെ യൂണിഫോം എന്താണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. ഇത് കൂടുതലും ഈ കസ്റ്റംസുകാരുടെ ഇതില് കണ്ടിട്ടുള്ളതുകൊണ്ട് എന്താണേലും വെള്ള ഷർട്ടും ആ ഒരു ലേബിൾസ് ഗോൾഡൻ വിത്ത് ബ്ലാക്ക് തൊപ്പി ഉണ്ടല്ലോ, അതാണ് അദ്ദേഹം ഇടുന്ന യൂണിഫോം. പക്ഷെ അത് കാരണമാണ് ഞങ്ങൾ ആദ്യം കസ്റ്റംസ് ഓഫീസർ ആണെന്നാണ് ഓർത്തത്. പക്ഷെ പുള്ളി പോലീസ് ഫോഴ്സിലുള്ളതാണ്, പ്രോപ്പർ ഒരു സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന പോലീസാണ്. അപ്പൊ അതാണ് ഞങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയത്, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഇദ്ദേഹത്തിന്റെ റാങ്ക് എന്ന് അവർ വ്യക്തമാക്കുന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഒന്നെങ്കിൽ ജോയിന്റ് ഫോഴ്സ് വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല സാധനം ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലേ. നാർക്കോട്ടിക്സിലാണ് എന്താണേലും വർക്ക് ചെയ്യുന്നത് അദ്ദേഹം. അപ്പം പിന്നെ ഒരു ഷിപ്പ് യാർഡിലും കൂടെയാണ് ഇത് ഈ ഡെഡ് ബോഡി കിടക്കുന്നത്. അതുകൊണ്ടാണ് കസ്റ്റംസിലോട്ട് ആദ്യം മൈൻഡ് പോയത്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ഒരു ഇൻസ്പെക്ടറോട് സംസാരിക്കുമ്പോഴത്തേക്ക് മരിച്ചു കിടക്കുന്ന ആള് കസ്റ്റംസിന്റെ അസിസ്റ്റന്റ് കളക്ടറുടെ മകനാണ് എന്ന് പറയും. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്, അതായത് ഈ അസിസ്റ്റന്റ് കളക്ടർ എന്നുള്ള പദവിയൊക്കെ ഈ കസ്റ്റംസിന്റെ ആൾക്കാർക്ക് ഉണ്ട് എന്നുള്ളത്. നമ്മൾ ഈ കളക്ടർ എന്ന് പറയുമ്പം മറ്റേ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ തേവള്ളിപ്പറമ്പിൽ ജോസഫ് ലൈക്സ്, അതാണല്ലോ നമ്മുടെ മൈൻഡിലോട്ട് പോകുന്നത്. അപ്പൊ അവിടെ ആ ഒരു കളക്ടർ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു മൈൻഡിലാണ് നമ്മൾ കണ്ട സിനിമയിലൊക്കെ ആണെങ്കിലും കണ്ടിട്ടുള്ള കളക്ടർമാരൊക്കെ അങ്ങനെയാണല്ലോ. പക്ഷെ ഇവരുടെ ഇതിന്റെ അകത്തും ഇങ്ങനത്തെ പൊസിഷൻസ് ഒക്കെ ഉണ്ടെന്നുള്ളത് ഒരു പുതിയ അറിവായിരുന്നു. അല്ല, നമ്മൾ മഴ പെയ്യുമ്പം കോളേജ് വെച്ച് പ്രാർത്ഥിക്കുന്ന കളക്ടറും മറ്റേ ഡിസ്ട്രിക്ട് കളക്ടർ ആണല്ലോ. ദൈവമേ കളക്ടറിന് അവധി തരാൻ തോന്നണേ എന്ന് പ്രാർത്ഥിക്കുന്ന കളക്ടർ ഡിസ്ട്രിക്ട് കളക്ടറാണ്. അപ്പം അങ്ങനെ രാജൻ പി ദേവിന്റെ മകനാണ് മരിച്ചിരിക്കുന്നത്. അപ്പം ഇൻവെസ്റ്റിഗേഷൻ മോഹൻ എന്നാണ് സുകുമാരന്റെ പേര്. അദ്ദേഹത്തിന് 2 കുട്ടികളല്ലേ? രണ്ട് കുട്ടികൾ, ഭാര്യ ഗീത, പിന്നെ ലക്ഷ്മിക്കുട്ടിയുണ്ട്. ഒരു പോയിന്റിൽ നമ്മുടെ കുമാരി എന്നോട് ചോദിക്കുകയാണ്, ലക്ഷ്മിക്കുട്ടി എന്നുള്ളത് പശുവാണ്. കാരണം ആ വീട്ടിലുള്ള എല്ലാവരുടെയും പേര് എങ്ങനെയാ, പിള്ളേരുടെ പേര് ആദ്യത്തെ ചെറുക്കന്റെ പേര് ദിനേശ് എന്ന്, പക്ഷെ കൊച്ചിന്റെ പേര് ദീപു എന്നൊക്കെ കൊച്ചിന് പേര്. ദീപു എന്ന് ആദ്യം വിളിച്ചോണ്ടിരുന്നപ്പോഴേ ആ ദീപു എന്ന് വിളിച്ച സമയത്ത് കാണിച്ചത് ഉർവശീനെ ആയതുകൊണ്ട് ഞാനോടത്ത് ഇനി ഉർവശീനെയാണ് ദീപു എന്നല്ലോ, വെറൈറ്റി പേരാണല്ലോ. പിന്നെ ദീപിക എന്നുള്ളത് വല്ലതും ചുരുക്കി ദീപു എന്നാക്കിയാണ്. പിന്നെ ഗീത എന്ന് വിളിക്കുന്നുണ്ട്, അത് പിന്നെ കുറെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ ഭാര്യയാണ് ഗീത എന്നുള്ള മനസ്സിലായി. അപ്പം ലക്ഷ്മിക്കുട്ടി പശുക്കുട്ടികളുടെ പേരാണ് ലക്ഷ്മിക്കുട്ടി എന്നാണ് ഇപ്പം നമ്മുടെ ഉർവശിയുടെ ക്യാരക്ടറിന്റെ പേര്. സുകുമാരന്റെ ക്യാരക്ടർ ഒരു പെക്യുലർ ക്യാരക്ടറാണ്. അത്യാവശ്യം ടോക്സിക് പെട്രിയാർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ള ഒരു മനുഷ്യരാണ്. ആദ്യമൊക്കെ നമുക്ക് വളരെ മോഡേണായി ചിന്തിക്കുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളുടേതെന്ന് തോന്നുമെങ്കിലും ഉർവശിയുടെ ചോയ്സ് ഓഫ് ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ പുള്ളി പറയുന്നുണ്ട്, ഇതെന്ത് കോലമാണിത് എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെ പറയാനും മാത്രമുള്ള കോലമൊന്നും അല്ല. അയ്യോ, അതൊന്ന് കാണണം. അതൊരുമാതിരി കാബൂളിവാലയില് നമ്മുടെ ഇന്നസെന്റ് ഇട്ട പോലത്തെ ഒരു എന്തോ ഒരു
വൃത്തികെട്ട ഉടുപ്പ്. ഇത്രയും വൃത്തികെട്ട ഒരു ഉടുപ്പ് എന്റെ ജന്മത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോ അതുകൊണ്ടായിരിക്കും പുള്ളി അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ പിന്നീട് പറഞ്ഞു. കാര്യം അതിലങ്ങനെ അല്ല, പുള്ളി അത് എക്സ്പോസിങ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. അത് അന്നത്തെ കാലത്തല്ല, ഇന്നത്തെ കാലത്ത് ചില പാരന്റ്സും അങ്ങനത്തെ ഗാർഡിയൻസും അങ്ങനെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഷോൾ ഇട്ടില്ലെങ്കിൽ നമ്മളൊരു കാഴ്ച വസ്തു ആകും എന്നുള്ള ഒരു ചിന്താഗതിയാണ്. ഓക്കെ ഓക്കെ. അതായത് ഒരു ഷർട്ടും ഒരു പാവാട ഭയങ്കര ലൂസ് ആയിട്ടുള്ള നമ്മുടെ ഒരു മിഡി ലെങ്ത് പാവാട പോലത്തെ ഒരു സാധനമാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് നമുക്കത് മേ ബി ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ആൾക്കാരുണ്ട് കേട്ടോ. ഷോൾ ഇട്ടില്ലെങ്കിൽ നമ്മളൊരു വിൽ ബി ലുക്ക്ഡ് അപ്പോൺ അല്ലെങ്കിൽ ഡെറ്റ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ സുകുമാരന്റെ ഐ അണ്ടർസ്റ്റുഡ് വാട്ട് ഹി വാസ് ഇംപ്ലൈയിങ്. അല്ല, എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ നോക്കി ഇപ്പം ഇറക്കം കുറഞ്ഞ പാവാടയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത്ര ഇത് വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നതായിരിക്കും. എന്താണേലും ഇപ്പൊ മോഹൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, മോഹനേട്ടൻ. രാജൻ പി ദേവിന്റെ മകന്റെ ഈ കൊലപാതകം അന്വേഷിച്ചാണ് ഈ ടോണി ലൂയിസുമായിട്ട് അദ്ദേഹം പരിചയപ്പെടുന്നത്. അപ്പൊ ഈ കൊലപാതകത്തിന് പിന്നിലുള്ളത് അണ്ടർവേൾഡ് ഡൗൺ ആയിട്ടുള്ള നമ്മുടെ CR7 ക്യാരക്ടറാണ്. ഖാലിദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആപ്പിൾ രാജു. ആപ്പിൾ രാജു, അതെ. കൊത്ത രാജുവിനും വർഷങ്ങൾക്ക് മുമ്പേ ആപ്പിൾ രാജു ആയിട്ടുള്ള ആളാണ് ഖാലിദ്. അദ്ദേഹം ഉള്ള ഒരു 90% സീനുകളിലും അദ്ദേഹം ഒരു ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആപ്പിൾ ചെത്തി കഴിക്കുകയാണ്. ആപ്പിൾ മുറിച്ച് വെച്ചേക്കല്ല, കയ്യിലുള്ള കത്തി കൊണ്ട് പുള്ളി തന്നെ മുറിച്ച് കഴിക്കും. പിന്നെ എഫേർട്ട് ഇടുന്ന ആളാണ് പുള്ളി. അപ്പം യഥാർത്ഥ ആപ്പിൾ രാജു, ആപ്പിൾ രാജു, രാജു, ക്യാപ്റ്റൻ രാജു ആപ്പിൾ, കറക്റ്റ്. അപ്പൊ ആപ്പിൾ രാജു ആണ് ഇതിന്റെ അകത്ത്. ഖാലിദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കയ്യില് ഇങ്ങനെ ഈ ആപ്പിൾ ചെത്താൻ വേണ്ടി പാകത്തിന്റെ ഒരു കത്തിയുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് വെപ്പൺ. അപ്പം എപ്പോഴും ഇങ്ങനെ ആപ്പിൾ ചെത്തി സ്ലൈസ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കും. അത് സ്വയം കഴിക്കുക മാത്രമല്ല, കൊല്ലുന്നതിന് മുമ്പ് ഓപ്പോണൻസിനും അത് ഒരു പീസ് തീറ്റിച്ചിട്ടാണ് അദ്ദേഹം കൊല്ലുന്നതൊക്കെ. പിന്നെ അദ്ദേഹത്തിന് ഒരു അക്വേറിയം ഒക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് ഗോൾഡ് ഫിഷ് ഒക്കെ ഉള്ള. ചെളിവെള്ളത്തിന്റെ അകത്ത് വളരുന്ന ഗോൾഡ് ഫിഷ് പോലെ. അതങ്ങനെ കണ്ട ഗുണ്ടകളെയും ഇയാൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെല്ലാം അതിനകത്ത് മുക്കി എങ്ങനെ കൊല്ലുന്നു. പിന്നെ അങ്ങനെ ചെളിവെള്ളം ഫേസിൽ നിന്നുള്ള അഴുക്കെല്ലാം കൂടെ സെറ്റിലായതാണ് അതിനകത്ത്. അല്ല, ചെളിവെള്ളം ആയതുകൊണ്ടല്ലോ. ചെളിവെള്ളത്തിൽ വളർത്തുന്ന ഗോൾഡ് ഫിഷ് അതിന്റെ അകത്ത് മുക്കിയാണ് ഓപ്പണൻസിനെ കൊല്ലുന്നത്. അങ്ങനെ പ്രത്യേകതരം ഹോബികളൊക്കെ ഉള്ള ആളാണ്. ഇപ്പം പക്ഷെ പറയാതിരിക്കാൻ വയ്യ, കാര്യം ആപ്പിൾ രാജു ആണെങ്കിലും വളരെയധികം ഇന്റിമിഡേറ്റിംഗ് ആൻഡ് ത്രെറ്റനിങ് വില്ലനാണ്. ഇപ്പം ഒരു ആപ്പിൾ മുറിക്കുന്ന ഒരു കത്തി നിങ്ങൾക്ക് അത്ര വലിയ ഡെഡ്ലി ആയിട്ട് തോന്നത്തില്ല കാണുമ്പോഴത്തേക്ക്. പക്ഷെ അതിങ്ങനെ ഓരോ സീനിലും ഇങ്ങനെ CR7 ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഒരു ചിരിയൊക്കെ ചിരിക്കുമ്പോഴത്തേക്ക് നമുക്കതൊരു ഭയങ്കര ഡെഡ്ലി ആയിട്ട് മാറും. അതാണ് ക്യാപ്റ്റൻ ഓപ്പോണൻസിനോട് ചോദിക്കുകയും ചെയ്യും, ഓഫീസർക്ക് കത്തി ഇഷ്ടമായോ. നിങ്ങള് വ്യൂഹം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കൂടി ഈ ഐക്കോണിക് സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രണ്ടുപേരും അവരുടെ ചോയ്സ് ഓഫ് വെപ്പൺസിനെ കുറിച്ച് പറയുന്ന ഒരു ഐക്കോണിക് സീനാണ്. ആ ഡയലോഗുകൾ ഓർമ്മയുണ്ടോ കുമാരി? ഓഫീസർക്ക് ഈ കത്തി ഇഷ്ടമായെന്ന് ചോദിക്കുക. ആദ്യം ആപ്പിള് മുറിച്ചോണ്ടിരിക്കുകയാണ്, അതാണ് ഏറ്റവും കോമഡി. അത് മുറിച്ചോണ്ടിരുന്നിട്ട് പുള്ളി ഇങ്ങനെ ഒരുമാതിരി ക്രീപ്പി രീതിയിൽ പുള്ളി ഇങ്ങനെ ചോദിക്കും, ഓഫീസർക്ക് കത്തി ഇഷ്ടമായോ. 2 ഉപയോഗങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, ഇതുകൊണ്ട് ഞാൻ ആപ്പിൾ മുറിക്കും. പിന്നെ എന്നെ ശല്യപ്പെടുത്തുന്നവരുടെ പ്രാണികളെ ഞാൻ എറിഞ്ഞു കൊല്ലും. പുള്ളി ഒരു ഇൻസെക്ട് ആയിട്ടാണ് പുള്ളിയുടെ അപ്പോണൻസിനെ കാണുന്നത്. എന്നിട്ട് ആ കത്തി അങ്ങോട്ട് എറിയും. പക്ഷെ അപ്പൊ നമ്മുടെ ടോണി അതിന് റിപ്ലൈ കൊടുക്കുന്നത്, ഞാൻ ആപ്പിൾ കഴിക്കാറില്ല, പക്ഷെ പിന്നെ ശല്യപ്പെടുത്തുന്ന പ്രാണികളെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെടിവെച്ച് ആപ്പിൾ പുള്ളി ഞെട്ടും കേട്ടോ. അതെ, CR7 ചെറുതായിട്ടൊന്ന് ഞെട്ടും, അവിടുന്ന് എഴുന്നേക്കും, അയ്യാമേ. പക്ഷെ ക്ലൈമാക്സിൽ ഈ സീനിന്റെ ഇൻവേഴ്സ് ആണ് വരുന്നത്. ആ കത്തി കൊണ്ട് തന്നെ പുള്ളിയെ, അതെ, ആപ്പിൾ രാജുവിന്റെ കത്തി ആ ചോയ്സ് ഓഫ് വെപ്പൺ കൊണ്ടാണ് അത് കണ്ടോ. അപ്പൊ ആ കത്തി ഭയങ്കര പ്രാധാന്യമുള്ള ഒരു പ്രോപ്പാണ്. ഉള്ള സീനിലെല്ലാം അത് വെച്ച് ആപ്പിൾ മുറിച്ചുകൊണ്ടിരിക്കും. എതിരാളികളൊക്കെ അത് വെച്ചാണ് തട്ടുന്നത് കൂടുതലും. അതാണ് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഈ കത്തി ശല്യം ചെയ്യുന്ന പ്രാണികളെയൊക്കെ വെച്ചാണ്. അപ്പം അതുപോലെ തന്നെ അറ്റ് ദി എൻഡ് ആ കത്തി കൊണ്ട് ഏറുകൊണ്ടാണ് CR7 ഡെഡ് ആവുന്നതും. ഇപ്പോ രാജൻ പി ദേവിന്റെ മകൻ അദ്ദേഹത്തിനെ ഉപയോഗിച്ചിട്ടാണ് ഖാലിദ് ഇദ്ദേഹത്തിനെ ത്രെറ്റൻ ചെയ്തുകൊണ്ടിരുന്നത്.
അദ്ദേഹം ഈ മകനെ ഡ്രഗ് അഡിക്റ്റ് ആക്കി മാറ്റി അത് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിയാണ് പുള്ളിനെ കൊണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോ സമയങ്ങളിലായിട്ട് റിവീലായി വരുന്ന കാര്യമാണ് കേട്ടോ. ഭയങ്കര ഔട്ട് ഓഫ് ഓർഡർ ആയിട്ടാണ് പറയുന്നത്. എന്താ പറയുന്നത്, സിനിമ അങ്ങനെ തന്നെ പറഞ്ഞു പോകുന്ന ഒരു രീതി ഒഴിവാക്കാം എന്നുള്ളൊരു ആലോചനയും. അപ്പൊ ഈ മെയിൻ ആയിട്ട് ഈ ഡ്രഗിനെതിരായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും അതിനെതിരെയുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ്. സുകുമാരന്റെ ക്യാരക്ടർ ഇതില് വളരെ പെക്യുലിയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ള ഡേഞ്ചറസ് മിഷനിലെല്ലാം പുള്ളി അത് പറയുന്നുണ്ട്. ടോണി ആണെങ്കിൽ ഭയങ്കര റെക്ലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. കാര്യം ഇനിയിപ്പോ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ട് തന്നെ പുള്ളി വണ്ടി ഓടിക്കുന്ന പോലും ഇപ്പൊ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചു കയറ്റും എന്നുള്ള പരുവത്തിലാണ് പുള്ളി വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. എല്ലാത്തിന്റെ അകത്ത് എടുത്തു ചാടി പുറപ്പെടുകയും ചെയ്യും. സുകുമാരന് ഇതിനൊന്നും പോകാൻ പറ്റില്ല. എനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. ലക്ഷ്മിക്കുട്ടിയൊക്കെ ഉള്ളത്. ലക്ഷ്മിക്കുട്ടിയൊക്കെ ഉണ്ട്. ലക്ഷ്മിക്കുട്ടിയുടെ കാര്യം പിന്നെ പറയണ്ട. പഴയ ലൂസ് ഹീറോയിൻ ഒക്കെ പറയുന്ന പോലെ കലിപ്പന്റെ കാന്താരിയാണ് ലക്ഷ്മിക്കുട്ടി. അതുകൊണ്ട് തന്നെ ടോണിയോട് ഒരു വല്ലാത്തൊരു അട്രാക്ഷൻ ഒക്കെ ഉണ്ട് പുള്ളിക്കാരിക്ക്. ടോണി ആണെങ്കിൽ പട്ടി വിലയാണ് കൊടുക്കുന്നത്. ലക്ഷ്മിക്കുട്ടി കുറച്ച് ഹാലൂസിനേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. ഒരു പാട്ടുണ്ടല്ലേ അവർ രണ്ടുപേരും കൂടെ ഉള്ള, അവര് ഹാലൂസിനേറ്റ് ചെയ്യുന്ന പാട്ടുണ്ട്. ട്രൂ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഇറിറ്റേറ്റിംഗ് കാന്താരിയായിട്ട് തോന്നത്തുമില്ല. എനിക്കൊന്ന് കാന്താരി ഫോർമേഷന്റെ ഒരു പ്രൈമറി സ്റ്റേജിലുള്ള കാന്താരി ആയിരുന്നു ഈ കാന്താരി. സോ നമുക്ക് എക്സാക്ട്ലി അങ്ങനെ ഒരു വൃത്തികെട്ട ക്യാരക്ടറായിട്ട് തോന്നത്തില്ല. പുള്ളിക്കാരി ഇങ്ങനെ ഭയങ്കര ഇൻഫാക്ച്വേറ്റഡ് ആണ്. ആ ഒരു എന്താ ഭയങ്കര മാച്ചോ പോലീസ് ഓഫീസറിനെ കാണുമ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര, അതുപോലെ പുള്ളി ഭയങ്കര ഒരു റഫ് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും പുള്ളിക്കാരിയുടെ ഫാന്റസിയിലുള്ള ഒരു പുരുഷനെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ, പുള്ളിക്കാരി അങ്ങനെ അങ്ങ് കൊഞ്ചി കുഴയൊന്നുമില്ല, എന്നാ അങ്ങോട്ട് വെറുതെ വിടുന്നുമില്ല. പുള്ളി അങ്ങനെ വെറുതെ പുറകെ നടന്നിങ്ങനെ. അതെ, ഒട്ടും സമയോചിതമല്ലാത്ത സമയങ്ങളിലാണ് പുള്ളിക്കാരി ഫ്ലർട്ട് ചെയ്യാൻ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഇറിറ്റേറ്റിംഗ് ആയിട്ടല്ല, നമുക്ക് ഭയങ്കര ഫണ്ണി ആയിട്ടാണ് തോന്നുന്നത്. കാര്യം ഇപ്പൊ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പുള്ളി ഒരു ആക്രമണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു അർജന്റ് കോളില് സുകുമാരനെ കൊടുത്തിട്ട് പുള്ളി ഓടും. സുകുമാരനെ വിളിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഫോൺ എടുത്തിട്ട് എന്തോ ഈ വഴിയൊന്നും വരാത്തെന്നൊക്കെ പറഞ്ഞിട്ട്, നീ കളിപ്പുള്ളൂ നിന്റെയൊക്കെ, ഇവിടെ മനുഷ്യൻ ജീവനും കൊണ്ട് ഓടുന്നതിന്റെ ഇടയിലാണ് അവളിരുന്ന് കൊഞ്ചിക്കൊഴി. രാജംബീദേവിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, പാവം. പുള്ളി ലേറ്റർ ഓൺ ആദ്യമൊക്കെ ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷന് അങ്ങനെ സഹകരിക്കാതെ, ഇല്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എന്റെ മകൻ അങ്ങനെ ഒരു ഡ്രഗ് അഡിക്റ്റ് ഒന്നും അല്ല, ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല. പിന്നെ സുകുമാരൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചോദിക്കും, പിന്നെ നിങ്ങൾ എന്തിനാണ് കൊച്ചിയിലോട്ട് വന്നത്, അതെനിക്ക് ട്രാൻസ്ഫർ കിട്ടിയതുകൊണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ട്രാൻസ്ഫർ വാങ്ങിച്ചത് എന്നൊക്കെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചോദിച്ച് റിവീൽ ചെയ്ത് വരികയാണ്. അവസാനം പിന്നീട് ഒരു ഘട്ടത്തിൽ ഖാലിദിന്റെ ഇടപെടൽ കൊണ്ട് ലാസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഷിപ്മെന്റ് വരുന്നതിന് മുന്നേ അവസാനമായിട്ട് നമുക്കൊരു ഡീൽ കൂടെ ആകാം, അതോടെ നമുക്ക് അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഒരു ഡീല് വിളിച്ച് പറയുന്നതും, ആ സമയത്ത് പോയിട്ട് രാജംബീദേവ് ഇവരുടെ അടുത്ത് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യും. എന്നാ ബോധമുള്ളവരാണെങ്കിൽ ഡബിൾ ഏജന്റ് ആവും. പക്ഷെ ആദ്യം കുറച്ചെങ്കിലും സാമാന്യ ബോധം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ, ഇൻഫോർമെന്റിന് ഡാമേജ് ഒന്നും വരാത്ത രീതി ഒന്നെങ്കിൽ ആ ഡീല് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോയിട്ട് പിടിക്കാൻ നോക്കും, അല്ലെങ്കിൽ ആ ഷിപ്മെന്റ് വരുത്തിച്ചിട്ട് ആ ഷിപ്മെന്റ് വരുമ്പോ കൈയോടെ പിടിക്കാൻ നോക്കും. അതാണല്ലോ നമ്മൾ സാധാരണ ചെയ്യുന്നത് ലോജിക്കലായിട്ട്. കാര്യം ഒരു എവിഡൻസ് വേണമല്ലോ, തെളിവ് വേണമല്ലോ. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹനേട്ടൻ ഭാര്യ ആ വീട്ടിലല്ല, പുള്ളി ഓഫീസിൽ പോകും. മോഹനേട്ടൻ സേഫായി പുള്ളിയുടെ പണി നോക്കി ഓഫീസിൽ പോകും. ഈ ടോണി ലൂയിസ് ആണ് ഇങ്ങാരുടെ കൂടെ പോകുന്നത്, രാജംബീദേവിന്റെ കൂടെ. രാജംബീദേവ് പോയി ഖാലിദിനെ മീറ്റ് ചെയ്ത് അവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരുടെ സംസാരം റെക്കോർഡ് ചെയ്യാനായിട്ട് പുള്ളിയുടെ പോക്കറ്റിലൊരു യന്ത്രമുണ്ട്, ഇങ്ങാരുടെ കയ്യിലൊരു യന്ത്രമുണ്ട്, അത് പിടിച്ചെടുക്കാനായിട്ട്. എന്നാൽ അവിടെ നിന്ന് കുറച്ചുകൂടെ മാറിയുള്ള ഒരു ഡിസ്റ്റൻസിൽ നിന്നിട്ട് വല്ല ചിലപ്പോ അത്രയും റേഞ്ച് വല്ലതും കാണത്തുള്ളായിരിക്കും, അതുകൊണ്ടായിരിക്കും. എന്നാ മര്യാദക്ക് മറഞ്ഞു നിൽക്കുക എന്തെങ്കിലും അല്ല ചെയ്യേണ്ടത്. ഇത് അയാൾ അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഈ രഘുവരൻ ഡിസ്കവർ ചെയ്യപ്പെടുമ്പോ തന്നെ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയാവോ, നോർമലി നമ്മള് ഡ്രഗ് ബസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഗോൺ റോങ് ആണെങ്കിൽ നമുക്ക് അത്രയും കുഴപ്പമൊന്നുമില്ല. ഈ ഒളിച്ചു നിൽക്കുന്ന രഘുവരനെ കണ്ടുപിടിച്ച് നാട്ടുകാർ ഓടിച്ചിട്ടല്ലോ, അതാണ് നടന്നത് അവിടെ. രാജൻബീദേവിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും. വെരി ഗുഡ്. രാജൻബീദേവിനെ കാലിത് വെടിവെച്ച് കൊല്ലും. ഇങ്ങനെ ഇൻഫോർമെന്റിനെ കൊലക്ക് കൊടുത്തോണ്ടുള്ള ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ
കമന്റ് ചെയ്യുക. അപ്പം അങ്ങനത്തെ ഒരു മികച്ച ഓഫീസറാണ് നമ്മുടെ ടോണി ലൂയിസ്. അക്രമം മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് പുള്ളി കാര്യമൊന്നും ഇങ്ങനെ ഇടയ്ക്ക് കോമഡി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. നീ ഓർക്കുന്നുണ്ട് ഫസ്റ്റ് ഡ്രഗ് ബസ്റ്റ് നമ്മളെ കാണിക്കുന്ന പുള്ളിയുടെ ഫസ്റ്റ് നാർക്കോട്ടിക്സ് ഓപ്പറേഷനകത്തില് പുള്ളി 12 കിലോ എന്താണ് ഒരു എന്തോ ഹെറോയിനോ അങ്ങനെ ബ്രൗൺ ഷുഗറോ എന്തോ ഒരു സാധനം വാങ്ങിക്കാൻ പോവാണ്, എന്തോ ഒരു ഡ്രഗ്. അപ്പോ അത് എന്താ വാങ്ങിക്കാൻ പോകുമ്പോഴത്തേനും പുള്ളി പറയും, ഇത് ഡീലർ പറയും എനിക്ക് ഓർമ്മയില്ല എന്തായിരുന്നു, എന്തോ ഒരു ഡ്രഗ് ആണ്. അപ്പം പുള്ളി പറയും എനിക്ക് 75,000 രൂപ. അന്നത്തെ കാലത്ത് 12 കിലോ സാധനത്തിന് 75,000 രൂപയുള്ളൂ. അപ്പൊ 75,000 അന്നത്തെ 75,000 അല്ലേ, അത് നല്ല വലിയ എമൗണ്ട് ആണ്. തീർച്ചയായും. അപ്പം പുള്ളി പറയും 75 എന്ന് പറയും സ്റ്റൈലായിട്ട്. 75,000 എന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ഗസ് ചെയ്യാലോ. ആദ്യം ഞങ്ങൾ വിചാരിച്ച 75 ലക്ഷം ആയിരിക്കും, പിന്നെയാണ് മനസ്സിലായി 75,000 പറയുന്നത്. 75 എന്ന് പറയുമ്പോ പുള്ളി പോക്കറ്റിൽ നിന്ന് മറ്റേ ചില്ലറയൊക്കെ എടുത്തിട്ട് വന്ന് ചില്ലറയൊക്കെ എടുത്ത് 75 രൂപ ടേബിളിലോട്ട് വെക്കും. കളിക്കുന്നു നീ, ഞാൻ എന്താ നിന്റെ കളിപ്പുള്ള 75 ഇങ്ങേര് പറയും, രഘുവരന് ഉടനെ പോക്കറ്റിൽ നിന്ന് ചില്ലറ എടുത്ത് പറക്കി വെക്കും. അതെ, അത് വളരെ ഫണ്ണി ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു മാച്ചോ എന്താ പറയാ ഒരു ചാമിങ് ഓഫീസറാണ്. പക്ഷെ പുള്ളി ഭയങ്കര റഫ് ആണ് കേട്ടോ, ഭയങ്കര റാഗ്ഡ് ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് പുള്ളിക്ക് ഉള്ളത്. എങ്ങനെ അത് പറയേണ്ടത് എനിക്കറിയില്ല. പുള്ളി ഭയങ്കര ഡീപ്ലി ഒരു സോറോ ഉണ്ട് പുള്ളിയുടെ ലൈഫിൽ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് വെടിവെക്കാനായിട്ടുള്ള ഒരു വയലന്റ് ടെൻഡൻസി ഉണ്ട്. ഭയങ്കര എന്താ പറയുക, ലോൺലി ആയിട്ടുള്ള, എന്നാ ഉള്ളില് അത് ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. മുഖത്ത് തന്നെ കാണാം അങ്ങനെ ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ്. പിന്നെ രഘുവരന് ശബ്ദം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഷമ്മി തിലകനാണ്. ഷമ്മി ഹീറോയട എന്ന് ഞങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോ തോന്നി. കാര്യം നമ്മൾ ആദ്യം കേൾക്കുമ്പോ രഘുവരന്റെ സൗണ്ട് പോലെ നമുക്ക് തോന്നും. കാര്യം പുള്ളി സംസാരിക്കുമ്പോൾ ഉള്ള ഒരു പോസും കാര്യങ്ങളും പുള്ളിയുടെ ഒരു മോഡുലേഷനും ഒക്കെ അതുപോലെ തന്നെ പിടിച്ചിട്ടാണ് ഇതിന്റെ അകത്ത് ചെയ്തിട്ടുള്ളത്. അപ്പം ഷമ്മി തിലകൻ തീർച്ചയായും ഒരു കയ്യടി അർഹിക്കുന്നുണ്ട്. ഞാനിങ്ങനെ പറയായിരുന്നു, പുള്ളി നസീർ സാറിന് വരെ ഡബ് ചെയ്ത ആളാണ്. അപ്പം പക്ഷെ അതെങ്ങനെയായിരിക്കും, ഐ എം വെരി ക്യൂരിയസ് അബൌട്ട് ഇറ്റ്. കാരണം അതൊരു വേറെ സൗണ്ട് ആണല്ലോ, അതൊരു ഗാംഭീര്യം സൗണ്ട് ആണെന്ന് ചോദിച്ചാൽ ആണ്. ബട്ട് നസീർ സാറിന്റെ ഒരു ടോക്കിംഗ് രീതി ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. പക്ഷെ പുള്ളി അതൊരു മീറ്റ് റിപ്പോർട്ടേഴ്സ് ആണോ എന്തോ അങ്ങനത്തെ എന്തോ ഒരു TV പരിപാടിയുടെ ഇതിന്റെ അകത്ത് പുള്ളി അത് കാണിക്കുന്നുണ്ട്, ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അവര് ഈ ഡ്രഗ് എന്താന്ന് പറയുന്നുണ്ട് കേട്ടോ. സ്കോൾപ്പമൈൻ എന്ന് പറയുന്ന സൈക്കഡലിക് ഡ്രഗ് ആണ് എന്ന് പറയുന്നുണ്ട്. മറ്റേ നമ്മുടെ രാജൻ ദേവിന്റെ മോൻ ഉപയോഗിക്കുന്നതും പുള്ളിയുടെ കൈ പൊസഷനിൽ വെക്കുന്നതും. പിന്നെ വേറൊരു ചെറിയ ഡീറ്റെയിൽ ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. അതായത് ആദ്യം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഞാൻ മറ്റേ ഡോർമാറ്റ് ആണെന്ന് പട്ടിക്കുട്ടി ഡോർമാറ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് പുള്ളിയുടെ കയ്യിൽ ഒരു ബുള്ളറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ അത് വെച്ച് ഇങ്ങനെ റഷ്യൻ റൂളറ്റ് ഒക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട് പുള്ളിയുടെ ദേഹത്ത് തന്നെ. അതായത് നായകൻ നമ്മുടെ ടോണി ലൂയിസ് പാർവതി മരിച്ച സങ്കടത്തിൽ പുള്ളിക്ക് എങ്ങനെയെങ്കിലും ചത്താൽ മതി എന്നുള്ളൊരു അവസ്ഥയിൽ ഇരിക്കുവാണല്ലോ. അപ്പൊ പുള്ളി ഈ ഒരു ബുള്ളറ്റ് അതിനകത്തിലിട്ട് ഇങ്ങനെ കറക്കിയിട്ട് പുള്ളി തന്നെ ഇങ്ങനെ വെടിവെച്ച് ഇങ്ങനെ ചാവുന്നെങ്കിൽ ചാവട്ടെ എന്നുള്ള രീതിയിൽ പുള്ളി ചെയ്യുന്നുണ്ട്. ബട്ട് സാഡ്ലി ചാവുന്നില്ല, 2 വെടിയും കണ്ട് വെക്കും തോന്നുന്നു, ചാവുന്നൊന്നുമില്ല. പക്ഷെ പിന്നീട് നമ്മള് ബാബു ആന്റണി പുള്ളി ഇങ്ങനെ ഇവര് തമ്മിലൊരു സംഘട്ടനം ഉണ്ടാവും. അപ്പൊ സംഘട്ടനത്തിനൊടുവിൽ പുള്ളിയുടെ എപ്പോഴും പുള്ളി കൂടെ കരുതും ഈ ഒരു ബുള്ളറ്റ്. ആ പുള്ളിയുടെ ആ ഒരു ബുള്ളറ്റ് സോക്സിൽ എപ്പോഴും കൂടെ കരുതുന്ന ആ ഒരു ബുള്ളറ്റ് വെച്ചാണ് നമ്മുടെ ബാബു ആന്റണിയെ കൊല്ലുന്നത്. അത് അതിന്റെ തിട്ട് കഴിഞ്ഞപ്പം ഈ സീൻ നടന്നുകൊണ്ടിരുന്നപ്പോ തന്നെ ഞാൻ അവളോട് പറഞ്ഞു, റഷ്യൻ റൂളറ്റ് കളിച്ചാണോ ഇനിയിപ്പം. അതായത് ഇങ്ങനെ വെടിവെച്ചോണ്ട് കറങ്ങി ആ ബുള്ളറ്റ് ചേംബറിൽ വരുന്നത് വരെ ഇങ്ങനെ വെടിവെച്ചോണ്ടിരുന്നാണോ പുള്ളിനെ കൊല്ലുന്നേ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു അങ്ങനെ ആയിരിക്കത്തില്ല, അത് അടുത്ത ടേൺ വരുന്ന ആ ഒരു പോയിന്റിൽ ഇട്ടിട്ടായിരിക്കും പുള്ളി അത് ലോഡ് ചെയ്തിട്ടുണ്ടാവുക എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞതായിരുന്നു ശരി, കളിക്കുകയായിരുന്നു പുള്ളി റഷ്യൻ റൂളറ്റ് കളിച്ച് ബാബു ആന്റണിയെ കൊല്ലും. ബാബു ആന്റണി ആണെങ്കിൽ എന്തൊരു കുന്തോ ജാവലിനോ കമ്പിപ്പാരെടുത്തോണ്ട് കുത്താൻ വരുമ്പോഴത്തേക്ക് റൂളറ്റ് കളിച്ച് ഷോട്ട് കൊടുത്താണ് കൊല്ലുന്നത്. പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡീറ്റെയിൽ ആണ്. അതായത് ഈ നമ്മുടെ ഇതിന്റെ അകത്തുണ്ടല്ലോ, ഇപ്പം ചെക്കോവ്സ് ഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അതായത് ഒരു സീനിലെ ഒരു ഗണ്ണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സീനിൽ അത് പൊട്ടിയിരിക്കണം എന്നാണ് ആന്റോൺ ചെക്കോവ് പറഞ്ഞത്. അതാണ് ഈ ചെക്കോവ്സ് ഗൺ. അപ്പം
അത് ഇതിന്റെ അകത്ത് പ്രായോഗികമാക്കിയിട്ടുണ്ട്, അന്വർത്ഥമാക്കിയിട്ടുണ്ട്. കാര്യം ഇതിന്റെ അകത്ത് ഓരോ കാണിക്കുന്ന ഒരു ഡീറ്റെയില് പിന്നീട് അത് വേറൊരു പോയിന്റില് അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ ആപ്പിൾ രാജുവിന്റെ കയ്യിലെ കത്തി, അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഉള്ള ഒരു സാധനമാണ്. അദ്ദേഹം ശല്യം ചെയ്യുന്ന പ്രാണികളെ എറിഞ്ഞ് കൊല്ലുന്നത് അത് വെച്ചിട്ടാണ്. അതേ സാധനം കൊണ്ട് തന്നെയാണ് പുള്ളി മരിക്കുന്നത്. ഒരു പ്രാണിയെ പോലെ മരിക്കുകയാണ്, കഷ്ടമുണ്ട്. ഇതിന്റെ അകത്ത് ഇപ്പൊ ഈ ഒരു ബുള്ളറ്റ് ഇങ്ങനെ കാണിക്കുന്നു. അതൊരു സീനിന്റെ അകത്ത് ജസ്റ്റ് കാഷ്വൽ ആയിട്ട് അങ്ങ് കടന്നു പോകുന്ന ഒരു സാധനമാണ്, പുള്ളി ഇങ്ങനെ കറക്കി വെടിവെക്കുന്നു എന്നുള്ളത്. പക്ഷെ അതേ ബുള്ളറ്റ് പിന്നെ അതുപോലെ കറക്കിയാണ് നമ്മുടെ ബാബു ആന്റണീനെ കൊല്ലുന്നത്. അപ്പൊ അത് അങ്ങനത്തെ കുറെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് ഇതിന്റെ അകത്ത്, ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ന്യൂവാൻസസ്. വേറെ ഒരു കാര്യം, ഇത് നിങ്ങൾക്ക് കാണുമ്പോ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്, ഞങ്ങൾ ഇങ്ങനെ അത് കണ്ടുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ പറയായിരുന്നത്, ബാബു ആന്റണി നമുക്ക് നമ്മുടെ കരാട്ടെ കിങ് ആണല്ലോ, നമ്മുടെ ജക്കി ചാൻ, നമ്മുടെ ബ്രൂസ്ലി ആണല്ലോ അദ്ദേഹം. സോ ഞാൻ എപ്പോഴും ബാബു ആന്റണിയുടെ ആക്ഷൻസിന് വേണ്ടി ഇപ്പോഴും ഈ RDXലൊക്കെ ആണെങ്കിൽ പോലും ഞാൻ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റൺസിന് വേണ്ടി വെയിറ്റ് ചെയ്ത ഒരാളാണ്. ആൻഡ് ഐ വാസ് വെരി സാഡ് ദാറ്റ് RDXൽ എനിക്ക് വേണ്ടി അത്ര ഒരു ലെങ്ത്തിൽ അദ്ദേഹത്തിന്റെ സ്റ്റണ്ട് കിട്ടിയില്ല എന്നുള്ളതിൽ ഐ വാസ് വെരി വെരി സാഡ് അബൌട്ട്. പക്ഷെ അത് പുള്ളി തന്നെ പറഞ്ഞതാണ് ഡയറക്ടറിന്റെ അടുത്ത്, അത് കുറച്ചുകൂടെ ലെങ്തി ആക്കാന്ന്. പക്ഷെ ഡയറക്ടർ പറഞ്ഞു വേണ്ട, ഇത്ര ഇത് മതിയേ എന്നുള്ള രീതിയിൽ. തോന്നുന്നു നല്ല രസമായിരുന്നു തന്നെ പുള്ളി ഫൈറ്റ് ചെയ്യുന്നതാണ്. അതുകൂടെ വരുമായിരുന്നെങ്കിൽ അത് വേറൊരു രീതിയിലായേനെ. അത് വളരെ ഷോർട്ടായി പോയി. പുള്ളി പറഞ്ഞ അത് അത്രയും മതി എന്നുള്ള കാര്യം പുള്ളിക്കറിയാം. ഇനിയിപ്പം അത് ബാബു ആന്റണിക്ക് കൊടുത്താൽ ബാബു ആന്റണി പടം കൊണ്ടുപോകും എന്നുള്ളത് എല്ലാവർക്കും. ബാബു ആന്റണി ഫൈറ്റ് ചെയ്തപ്പോഴത്തേനും അത്യാവശ്യം ആൾക്കാർ ഭയങ്കര റൊമാൻറ്റിഫൈഡ് ആയെന്ന് എനിക്ക് തോന്നുന്നു. ഐ വാസ് റൊമാൻറ്റിഫൈഡ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തീർച്ചയായും. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിയുടെ പടങ്ങളില് കണ്ടു വളർന്ന ആൾക്കാരാണല്ലോ. അപ്പം എന്താ പറയുന്നത്, പുള്ളി വില്ലന്റെ സൈഡാണോ നായകന്റെ സൈഡാണോ പടങ്ങൾ. ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഞാൻ TV കാണാൻ പൊക്കോണ്ടിരുന്ന, ഞങ്ങളുടെ വീട്ടിൽ TV ഇല്ലായിരുന്നു, അപ്പം TV കാണാൻ പൊക്കോണ്ടിരുന്ന ഒരു വീടുണ്ട്. അവിടെ പുള്ളി ബാബു ആന്റണിയുടെ ഏത് പടമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ചന്തയോ അതോ അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ്, അതിന്റെ പേര് ഞങ്ങൾക്ക് മറന്നുപോയി. ഒരു റാംബോ പോലത്തെ ഒരു ലുക്കില് പുള്ളി ഇങ്ങനെ നിൽക്കുന്ന ഒരു മെഷീൻ ഗണ്ണൊക്കെ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതിന്റെ ഒരു വലിയ പുള്ളിയുടെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു വലിയ പോസ്റ്റർ ഉണ്ടായിരുന്നു വീട്ടില്. അപ്പം അങ്ങനത്തെ കട്ട ബാബു ആന്റണി ആരാധകരാണ് നമ്മളില് മലയാളികൾ. നമ്മുടെ രോമാഞ്ചമാണ് അദ്ദേഹം. അപ്പം ഞാൻ പറയാൻ വന്നത്, ഇപ്പൊ ബാബു ആന്റണിയും നമ്മുടെ രഘുവരനും ഏകദേശം ഒരു സെയിം ഈക്വൽ, അവർ ഓൾമോസ്റ്റ് ഒരു ഹൈറ്റ് ആണെന്ന് നമുക്ക് വേണേൽ പറയാം. അത് അവർ കട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതല്ലാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആവില്ല, അത് രണ്ടുപേരും അത്രയും ഹൈറ്റ് ഉള്ള ആൾക്കാരാണല്ലോ. അതുപോലെ ബോഡി സ്ട്രക്ചർ ആണെങ്കിൽ ഏകദേശം അവര് ഒന്നിച്ച് നിൽക്കുമ്പോൾ അവരൊരു ഈക്വൽ ഒപ്പോണൻസ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ CR7 ഉണ്ടല്ലോ, അദ്ദേഹം വന്നു കഴിയുമ്പം പുള്ളി ഡിഡിക്കൊക്കെ ഓൾദോ ബാബു ആന്റണി ഒരു കരാട്ടെ പഠിച്ച ഒരാളാണെന്നൊക്കെ നമുക്ക് അറിയാം, അല്ലെങ്കിൽ കരാട്ടെ മാസ്റ്റർ ആണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ CR7 ഇടി എന്ന് പറഞ്ഞാൽ അതൊരു ഇടിപ്പതിടിയാണ്, നല്ലൊരു ഇടി കിട്ടുന്നുണ്ട് പുള്ളിക്ക്. നമ്മൾ വിചാരിക്കും തീർന്നു, നെഞ്ചും കൂട്ട് കലങ്ങി എന്ന് വിചാരിക്കും. നല്ല ഫോഴ്സ്, നമുക്ക് പുള്ളിയുടെ ഒരു സൈസിന്റെ ആണോ അതോ പുള്ളിയുടെ ഒരു ഓറയുടെ ആണെന്ന് എനിക്കറിയത്തില്ല. പുള്ളി ഭയങ്കര നല്ലൊരു എന്താ പറയുന്ന ഒരു അടിപൊളി വില്ലനാണ് അല്ലേ, നല്ലൊരു ഇടിയാണ്. ക്യാപ്റ്റൻ രാജുവിന്റെ ഒരു വലിയ പ്രത്യേകത അതാണല്ലോ. ഇപ്പം സാമ്രാജ്യത്തിന്റെ അകത്ത് പുള്ളി വില്ലനാണ്. പുള്ളി വില്ലനായിട്ട് വരുന്ന പടങ്ങളുടെ അകത്തൊക്കെ ഒരു എന്താ പറയുന്ന ഒരു പ്രത്യേക ഓറയാണ് പുള്ളിക്ക്. ഇപ്പം സാമ്രാജ്യത്തിലെ കൃഷ്ണദാസ് ആണേലും ഇതില് ഖാലിദ് ആണേലും, ഞാൻ പറയല്ലോ ആപ്പിള് ചെത്തുന്ന ഒരു കത്തി, അത് കണ്ടു കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ വലിയൊരു ത്രെറ്റനിങ് ആയിട്ടൊന്നും തോന്നത്തില്ല. ഇവന്തോ കത്തിയും അതും മതി ഒരാളെ കൊല്ലാൻ. എന്നാലും അതുവരെ നമുക്ക് ഡെഡ്ലി ആയിട്ട് തോന്നുന്നത് അത് ക്യാപ്റ്റൻ രാജുവിന്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ടും പുള്ളിയുടെ ആ ഒരു മാനറിസം ഒക്കെ കൊണ്ടാണ്. ഇതേ മനുഷ്യൻ തന്നെയാണ് നമ്മുടെ CID മൂസക്കകത്ത് കരംചന്ദ് ഡിറ്റക്ടീവ് കരംചന്ദ് ആയിട്ട് വരുന്നു. ആ മനുഷ്യൻ തന്നെയാണ് നമ്മുടെ പവനായി ശവമായി ആയിട്ട് വരുന്നു. പിന്നെ മറ്റേ പഴയ ഇതിന്റെ ഓഗസ്റ്റ് 15 അതിന് മുന്നത്തെ പേരെന്തായിരുന്നു, അതിന്റെ ഒറിജിനൽ സാധനം ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ആദ്യത്തെ പടം ഓർമ്മയില്ല. അതിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ പേര് മറന്നു. അതിന്റെ അകത്ത് നിക്കോളാസ് ആയിട്ട് വരുന്ന പുള്ളിയ ഡെഡ്ലി വില്ലൻ. ആ നിക്കോളാസിന്റെ ക്യാരക്ടർ കണ്ടിട്ടാണ് പവനായുടെ ക്യാരക്ടർ ഉണ്ടായത്. അതിന്റെ ഒരു എന്താ പറയുന്ന ഒരു സ്പൂഫ് പോലെ. അപ്പം ഓഗസ്റ്റ് 15 പുതിയത്, അതിന് ഓഗസ്റ്റ് 1 തോന്നുന്നു. ഫിലിം ഇസ് എ സീക്വൽ ടു 1988 ഫിലിം ഓഗസ്റ്റ് 1. ഓഗസ്റ്റ് 1. അപ്പം അപ്പൊ അതിലെ നിക്കോളാസിനെ പോലെയാണ് ഈ രണ്ടാമത്തെ അകത്ത് സിദ്ദിഖിന്റെ ക്യാരക്ടർ കൊടുത്തത്.
Yes. അപ്പൊ എന്താണേലും അങ്ങനത്തെ ഡെഡ്ലി വില്ലൻസോൺ ചെയ്യും, പക്ഷെ പവനായി പോലത്തെ ക്യാരക്ടറും ചെയ്യും. പിന്നെ സ്രാവിന്റെ അകത്ത് നമ്മുടെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ പറയുന്നത് ക്യാപ്റ്റൻ അദ്ദേഹവുമായും വരും. അപ്പൊ അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് റോളുകളൊക്കെ ചെയ്യുന്ന വളരെ വെർസറ്റൈൽ ആയിട്ടുള്ള, മറ്റേ ഇതിന്റെ അകത്ത് അരിങ്ങോർഡർ ആയിട്ട് വരുന്നുണ്ട് വടക്കം വടക്കം വീരകഥയ്ക്കകത്ത്. യെസ്. അപ്പൊ അങ്ങനെ ബെല്ലിയേട്ടന്റെ അകത്ത് ഇംതിയാസ് എന്നാണ് അതിന്റെ അകത്ത് പേര്. അപ്പം അങ്ങനെ ഇതിന്റെ അകത്ത് പക്ഷെ വളരെയധികം ഡെഡ്ലിയാണ്. ഖാലിദ് എന്നുള്ള പേരിലാണ് വരുന്നത്. ഇംതിയാസ് അല്ല, മുഹമ്മദ് ഇലിയാസ് എന്നാണ്. ഇല്യാസ് അല്ലേ? ഓക്കെ. ഇംതിയാസ് അല്ലേ, ഇല്യാസ്. ഓക്കെ. പിന്നെ ഇതിന്റെ അകത്ത് കീരിക്കാടൻ ജോസ് ഉണ്ട്. അങ്ങനത്തെ ഫേമസ് വില്ലന്മാർ ഒത്തിരി പേരുണ്ട് അല്ലേ? നമ്മൾ അവിടെ നിന്ന് ഇവിടുന്നായിട്ടൊക്കെ ശ്രദ്ധിക്കുന്ന ഒത്തിരി വില്ലൻസ് ഉണ്ട്, നമ്മുടെ പണ്ടത്തെ കാലത്തെ ഐക്കോണിക് വില്ലന്മാർ. പക്ഷെ ഇതിന്റെ അകത്ത് എനിക്ക് മറ്റൊരു ഐക്കോണിക് സീനായിട്ട് തോന്നിയത്, അതായത് ഖാലിദിന്റെ ഒരു കോൺവെർസേഷൻ നമ്മുടെ ടോണി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ റെക്കോർഡ് ചെയ്ത ഒരു ടേപ്പ് ടോണിയുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പൊ ആ റെക്കോർഡ് ചെയ്ത ടേപ്പ് എടുക്കാൻ വേണ്ടിട്ട് ബാബു ആന്റണിയും സംഘവും വീട്ടിലേക്ക് വരുന്നു. അവര് പുള്ളിയുടെ തലയ്ക്ക് ബോട്ടിൽ വെച്ച് അടിച്ച് പുള്ളിനെ ബോധരഹിതനാക്കിയിട്ട് ടേപ്പുമായിട്ട് എടുത്തോണ്ട് പോകും. ടേപ്പ് എടുത്തോണ്ട് പോയിട്ട് അവിടെ ഇട്ട് ഖാലിദിന്റെ വീട്ടിൽ ചെന്നിട്ട് പുള്ളി ടേപ്പ് ഇട്ട് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ഗാനമാണ് വരുന്നത്? മറ്റേ ഏതൊരു പഴയ പാട്ടാ വരുന്നത്. എന്തോ എനിക്ക് മറ്റേ ഇതാണ് മിന്നാരത്തിൽ അതാണ് എന്റെ മനസ്സിൽ. ഞാൻ അത് കണ്ടോണ്ടിരുന്നപ്പോഴും അത് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്റെ തലയിൽ അപ്പൊ അതാ നിക്കുന്നത്. ആ ഒറിജിനൽ പാട്ട് ഞാൻ വിട്ടുപോയി. എനിക്ക് തോന്നുന്നു നയാ പൈസ ഇല്ല കയ്യിൽ, അതാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ എന്തോ ഒരു പഴയ പാട്ടാണ്. എനിക്ക് ആ ഒരു സിറ്റുവേഷന്റെ വൈബ് മൊത്തം അടിച്ച് എന്താണെന്നറിയാം. മറ്റേ ഈ നാടോടിക്കാറ്റിനകത്തില് തിലകൻ ഇവരുടെ കയ്യാളുകളെ പറഞ്ഞു വിടത്തില്ലേ, ഡ്രഗ്സ് കൊടുത്തിട്ട് മണി വാങ്ങിച്ചോണ്ട് വരാനോ അങ്ങനെ എന്താണ് പറഞ്ഞണ്ട ഇവർ പറഞ്ഞു വിടും. അക്കരക്കരയിലാണോ? അല്ലല്ല, അവസാനത്തേലല്ല, ആദ്യത്തെ പാർട്ടിനകത്തില്. ഫസ്റ്റ് പാർട്ടിനകത്തില് തിലകൻ ഇവരെ പൈസ ഒരു ഡ്രഗ് ഡീല് നടത്തുക. അറബി വേഷത്തിൽ ചെല്ലുമ്പോ അവരുടെ തുണിയും മണിയുള്ള ബാഗ് എടുത്തോണ്ട് അവസാനം എവിടെ പൈസ, എവിടെ കുറെ ജെട്ടി മാത്രം. എനിക്ക് ആ ഒരു വൈബാണ് ഫീൽ ചെയ്തത്. കഷ്ടം. എനിക്ക് മിന്നാരത്തിലെ ജോളി കേപ്പിച്ചൊക്കെ ഇപ്പൊ കേൾപ്പിച്ചാലോ ജോളിക്ക് പിച്ച്. പക്ഷെ ഇതിന്റെ അകത്ത് വേറെന്തോ പഴയ പാട്ടാണ്, അത് നല്ല ഫേമസ് പാട്ടാണ്. പക്ഷെ അത് ഈ ബൈബിലായതുകൊണ്ട് എനിക്കിതേ തലേ നിൽക്കുന്നുള്ളൂ. അതായിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയത്. അപ്പം അങ്ങനെയുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഈ പടം കണ്ടോണ്ടിരിക്കുമ്പോ ത്രൂ ഔട്ട് നമ്മള് സുകുമാരന് വേണ്ടിയിട്ട് വെരി വറീഡ് ആയിരുന്നു. കാര്യം സുകുമാരനൊപ്പം ദേവ്ജീനെ കണ്ടപ്പോ ഞങ്ങളോട് ഇനി ദേവ്ജി വില്ലനാണോ? പക്ഷെ ദേവ്ജി വില്ലനല്ല. കാര്യം ടോണീനെ ആദ്യമൊക്കെ ഒന്ന് ഞാൻ നിന്റെ സുപ്പീരിയർ ഓഫീസർ ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. ബട്ട് ഹീസ് എ ട്രൂ നല്ല ഓഫീസർ ആയിരുന്നു. നോർമൽ ക്യാരക്ടേഴ്സ് ഈസ് എ വെരി ഗുഡ് ഓഫീസർ ഇൻ ദിസ്. കാര്യം അദ്ദേഹമാണ് സുകുമാരനോട് ടോണീനെ ഒന്ന് മെന്ററായിട്ട് എടുക്കാനായിട്ട് പറയുന്നത്. അപ്പൊ സുകുമാരൻ ആദ്യം തൊട്ട് പറയാം, എന്നെ കൊണ്ടൊന്നും വയ്യ, അവന്റെ സ്വഭാവം ശരിയല്ല, അയ്യോ സാറേ, അയ്യോ പാവം, അവന്റെ സ്വഭാവം ശരിയല്ല, എന്നെ കൊണ്ടൊന്നും വയ്യ, അവന് ഇത്ര റെക്ലെസ് ആയിട്ടുള്ള ആളെ ഒന്നും ട്രെയിൻ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ അന്നേരം ദേവ്ജിയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. അത് തന്റെ കീഴിൽ പറ്റൂ, തനിക്ക് തന്നെ കിട്ടണം ഈ പണി. അതെ, അതിന് പണി കിട്ടുകയും ചെയ്യും. പുള്ളീനെ കൊണ്ട് ആദ്യം എന്തോ ബാറിൽ പോകുമ്പോഴത്തേക്ക് മറ്റേ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് ഈ നേരത്തെ പുള്ളി 75 രൂപയുടെ പേരിൽ ഡ്രഗ് ഡീലില് വെടിവെച്ച് കൊന്ന കുറച്ച് പേരുടെ ബാക്കി ഉണ്ടായിരുന്ന ഗ്യാങ്ങിനെ കണ്ടുമുട്ടി അവരുമായി ഏറ്റുമുട്ടി അവരിലൊരുത്തരെ വെടിവെച്ചു കൊല്ലും. അപ്പൊ സുകുമാരൻ ചോദിക്കുക, എന്നെ കുഴിച്ചുവിടാൻ വേണ്ടിയാണോ നീ ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളി എടുത്തത്, എന്റെ കാലനായാണ് അവതരിച്ചത്. പുള്ളി അങ്ങനെ ചെയ്യും. അതായത് ഈ ലക്ഷ്മി ഇദ്ദേഹത്തിന്റെ പുറകെ നടക്കുകയാണല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കും പുള്ളി അവസാനമൊക്കെ ആകുമ്പോൾ ഇച്ചിരി ഒരു സോഫ്റ്റ് കോർണർ കാണിക്കുന്ന പോലെ തോന്നും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ അവരുടെ വീട്ടിൽ കയറി കാസറ്റ് എടുക്കാൻ പോയപ്പോ അവർ ആ റെക്കോർഡ് ചെയ്ത കാസറ്റ് എടുക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ കയറിയപ്പം
കേറി ഈ ടോണിയുടെ തലയ്ക്ക് അടിച്ച് അവിടെ വീഴ്ത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ സമയത്ത് ടോണി ഇതെടുത്ത് അവരുടെ മറ്റേ ക്ലോസറ്റിന്റെ മണ്ടക്കലത്തെ ഫ്ലഷ് ടാങ്കിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അത് അവരറിയുന്നില്ല, അതറിയാതാണ് ഈ ചോളിക്ക പിച്ചക്ക എടുത്തോണ്ട് പോകുന്നത്. അപ്പൊ അടി കിട്ടുന്നുണ്ട് തലയ്ക്ക്. പക്ഷെ ആ ടൈം മൊത്തം പുള്ളിക്കാരിയാണ്, നമ്മുടെ ഊർവശിയുടെ ക്യാരക്ടറാണ് ടോണീനെ എന്താണ് നമ്മളെ കത്ത് സൂക്ഷിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, നമ്മളെ നഴ്സ് ചെയ്യുന്നത്, ശുശ്രൂഷിക്കുന്നത്. യെസ്, നഴ്സ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ഒരു സോഫ്റ്റ് കോർണർ ഒക്കെ വന്ന് കാണും, ഓ പുള്ളിക്ക് ഒരു സ്നേഹമൊക്കെ വന്ന് കാണുന്നു. എവിടെ അടുത്ത സീനില് പുള്ളി ചുളിക്കപ്പിച്ചൊക്കെ കേട്ടിട്ട് നമ്മുടെ സിയർസോൻ ഹിസ് വെരി ആംഗ്രി. എന്നിട്ട് പുള്ളി നമ്മുടെ ഉറുശ്ശെ പിടിച്ചോണ്ട് പോകും. എന്നിട്ട് പറയും, ഈ നിങ്ങൾ എനിക്ക് കാസറ്റ് തന്നില്ലെങ്കിൽ ഉറുശ്ശെ കൊന്നു കളയും, അപ്പം കാസറ്റ് ഫോർ ഉറുശ്ശി എന്നുള്ള രീതിയിൽ അവരൊരു ഇത് ചെയ്യാൻ നടക്കും. അപ്പൊ സുകുമാരൻ സ്വാഭാവികമായിട്ടും പറയും, എന്തിനാ നമ്മൾ തമ്മിലൊരു അടി, ഞാൻ ഇപ്പൊ കൊണ്ടുതരാന്ന് പറഞ്ഞ സുകുമാരൻ ഇസ് റെഡി, ലക്ഷ്മിക്കുട്ടിയെ മതി സുകുമാരൻ. അപ്പൊ സുകുമാരൻ എന്താണ് കാസറ്റ് രഘുവരന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പോകുമ്പോഴത്തേനും രഘുവരൻ ബീങ് രഘുവരൻ സ്വിച്ചസ് ദ കാസറ്റ് ഒക്കെ, എന്നിട്ട് വേറെ ഏതോ കാസറ്റ്, അവളുടെ ഏതോ ഡിസ്കോ കാസറ്റ് എടുത്ത് വെച്ചിട്ട് കൊടുക്കും. ഉറച്ചു ചത്താൽ എനിക്കൊന്നുമില്ല, എനിക്ക് കേസ് ജയിച്ചാ മതി, എനിക്ക് ഡ്രഗ് ബസ്റ്റ് ആണ് എന്റെ ഐ എം മാരിഡ് ടു മൈ ജോബ് എന്നൊക്കെ പറയുന്നത്. കഷ്ടമുണ്ട്. അതെ, മോഹനേട്ടനാണെങ്കില് ഡ്രഗ് ബസ്റ്റും കുഴപ്പമൊന്നും ആവശ്യമില്ല, കുടുംബം ഫസ്റ്റ്. അത് കുടുംബം മുഖ്യം മികിലെ. അതെ, പിന്നെ അല്ല അങ്ങനെ വേണം. പിന്നെ ഇവന് എപ്പ വേണേലും ചത്താ മതി, ഇവനങ്ങനെ ചാവാൻ വേണ്ടി നടക്കുന്നവനാണ് ടോണിക്ക്. അത് പുള്ളിക്ക് അങ്ങനെയല്ല, പുള്ളിക്ക് 2 പിള്ളേരും അനിയത്തിയും ഭാര്യയൊക്കെ അവരെയൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പം അപ്പൊ നമ്മളെ കാണിക്കുന്നില്ലെങ്കിലും സിയർസോന് 2 വട്ടം ചോളിക്ക പിച്ചേ സംഭവിക്കുന്നുണ്ട്. അതെ, കഷ്ടമുണ്ട് എന്റെ അമ്മ. പക്ഷെ എന്താ അദ്ദേഹം അത്രയും കോൾഡ് ഹാർട്ടഡ് അല്ല കേട്ടോ. അദ്ദേഹം ചെന്ന് നമ്മുടെ ടോണി ചെന്ന് അവരെ രക്ഷിക്കുന്നുണ്ട്, സുകുമാരനെ രക്ഷിക്കുന്നുണ്ട്, ഉർവശിയെ രക്ഷിക്കുന്നുണ്ട്. ഫൈനലി എല്ലാരെയും കൊന്ന് അവിടെ വെടിവെച്ച് അവിടെ ഇട്ടിട്ട് ഞങ്ങൾ നോക്കിയപ്പം സിയർസുവിന് ഇറങ്ങി ഓടുകയാണ്, രക്ഷപ്പെട്ട് എവിടോട്ട് ഓടുക. അപ്പം പുള്ളിയുടെ ആ താഴ്ഭാഗത്ത്, വീടിന്റെ താഴ്ഭാഗത്ത് ഒരുത്തന്നെ വെടിവെച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ നോക്കിയപ്പോ ഇയാള് കിടന്ന് ഉറങ്ങുന്നു. സുകുമാരനാണ് ചെന്നിട്ട് സുകുമാരനല്ല, ക്യാപ്റ്റൻ രാജു എന്നിട്ട് തപ്പുവായിരുന്നു. പുള്ളി ഇറങ്ങി ഓടുകയാണ്, ഇവിടെ സംഘടന കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഓടുന്ന വഴിക്ക് നോക്കിയപ്പോഴത്തേക്ക് ഒരുത്തരം അവിടെ വീട് കിടക്കുന്നത്, അവന്റെ അടുത്ത് വന്നിട്ട് പുള്ളി ഇങ്ങനെ തട്ടുന്നു. അപ്പൊ ഞാനടുത്ത് ആരും പാവം ഉറങ്ങി കിടക്കുന്നു, വരെ എഴുന്നേക്കണേ ഉറങ്ങാണെന്ന് പറയുന്നു. പുള്ളി അവന്റെ മേത്തുനിന്ന് തോക്കെടുക്കാൻ നോക്കിയതാണ്. ബട്ട് അത് വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു മൊമെന്റ് ആയിരുന്നു. എന്നിട്ട് പിന്നെ ഇവർ ഓടിക്കേറുന്നത് ഒരു അബാൻഡൽഡ് ബിൽഡിങ്ങിന്റെ അകത്തോട്ടാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് സംഘടനയൊക്കെ. അപ്പൊ ആ സംഘടനത്തിന്റെ ഇടയില് പുള്ളീനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞ് കുത്താൻ പോകുന്ന സമയത്തേക്ക് സുകുമാരൻ വരും. സുകുമാരൻ വന്നു കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ, അപ്പൊ സുകുമാരൻ രക്ഷപ്പെട്ടു, #, സുകുമാരനൊപ്പം വേണ്ടാന്ന് വിചാരിച്ചോണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഈ പിടിച്ച് എഴുന്നേപ്പിച്ച പോലീസുകാരുടെ അടുത്ത് അവരെ ഇടിച്ചിട്ട് രാവിലെ തന്നെ തോക്കെടുത്ത് വെടിവെക്കാൻ പോയി. അപ്പൊ ഞാനവിടെ നോക്കിയ സുകുമാരൻ തീർന്നു, സുകുമാരനൊപ്പം. പക്ഷെ വെടിവെക്കുന്നതിന് മുമ്പ് പുള്ളി കത്തി എറിഞ്ഞ് കൊല്ലും. ഇതിനു മുമ്പ് ഹോസ്പിറ്റൽ സീനിന്റെ അകത്ത് ഉർവശിക്കൊപ്പം വരാൻ പോയി. അതായത് മറ്റേ ടോണി തലക്കടി കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, ഉർവശി ശുശ്രൂഷിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവളെ കാവലിനായിട്ടൊരു പോലീസുകാരനെ നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സുകുമാരൻ ഓഫീസിലോട്ട് പോകും. ഉർവശിയുടെ അടുത്ത് ഒരു അറ്റൻഡർ വന്നിട്ട് പറയും, അതായത് മറ്റേ ചെക്കപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയും. അങ്ങനെ ചെക്കപ്പിന് വേണ്ടിയിട്ട് പുള്ളീനെ വീൽ ചെയറിൽ ഇരുത്തി കൊണ്ടുപോവുകയാണ്. അതിനു മുമ്പ് നമ്മുടെ ബാബു ആന്റണി അന്നേരത്തേക്ക് ഹോസ്പിറ്റലിൽ എത്തും. കാര്യം അതിനു മുമ്പ് ഇവരെ കാസറ്റ് മിസ്സായി, പുള്ളി ഇപ്പൊ ഹോസ്പിറ്റലിലാണല്ലോ. അപ്പൊ ബാബു ആന്റണിയാണ് കൊല്ലാൻ വേണ്ടി വരുന്നത്, അസാസിനായിട്ട് കൊല്ലാൻ വേണ്ടി വന്നിട്ട് അവിടെ ഉള്ള ഒരു അറ്റൻഡറിനെ ലിഫ്റ്റിൽ വെച്ചിട്ട് ഇടിച്ചിട്ട് അവന്റെ ഡ്രസ്സ് എടുത്തിടും. അത് പുള്ളിക്ക് അങ്ങനെ ഫിറ്റായി എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. കാര്യം ഞാനോർത്ത്, കാര്യം ഈ ഇടിച്ചിട്ട ആള് പുള്ളിനേക്കാൾ ഹൈറ്റ് കുറവുള്ള ആള്. അപ്പൊ ഇനിയിപ്പോ ബാബു ആന്റണി ഷർട്ട് എടുത്തിടുമ്പോഴത്തേക്ക് പുള്ളിയുടെ വയറ് കാണുന്ന രീതിയിൽ ഷർട്ട് വരും. പക്ഷെ സംഹൗ ഇറ്റ് വാസ് an accurate fit. അതെ, പക്കായിരുന്നു. പിന്നെ ബാബു ആന്റണിയുടെ ഹൈറ്റ് ഉള്ള അറ്റൻഡറൊക്കെ കണ്ടുപിടിക്കണ്ടേ, അല്ല പിന്നെ കീരിക്കാടന്റെ മുഖത്ത് വല്ല മാസ്ക് ഇട്ട് കൊണ്ട് നിർത്തേണ്ട വരും.
അപ്പോ പുള്ളി ആ അറ്റൻഡർ കോസ്റ്റ്യൂമിൽ വരും. അറ്റൻഡർ കോസ്റ്റ്യൂമിലേക്ക് മുറിയിലേക്ക് വരുന്ന സമയത്തേക്കും രഘുവരനെയും കൊണ്ട് പോയിട്ടുണ്ടാവും. അപ്പം ഈ അവിടെ കാവല് ചെന്നിരുന്ന പോലീസുകാരനെ മോഹൻ സാർ ഓഫീസിൽ വന്നിരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ടാണ് അയാൾ അവിടെ നിന്ന് മാറ്റുന്നത്. അയാൾ അവിടെ ചെല്ലുമ്പോൾ മോഹൻ സാർ അവിടെ കയറി വരുമ്പോഴത്തേക്ക് താനെന്ത് അവിടെ നിന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സാറ് അവിടെ ഹോസ്പിറ്റൽ ലോബിയിലേക്ക് വിളിച്ചു പറഞ്ഞില്ലേ എന്നോട് ഓഫീസിൽ വരണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവര് ഇയാളോട് ഇവിടെ നിൽക്കുക, എന്നിട്ട് ലക്ഷ്മിക്കുട്ടീനെ വിളിച്ചു പറ, ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ടെന്ന് പറയാന്ന് പറഞ്ഞിട്ട് സുകുമാരൻ അവിടെ നിന്ന് പോകും. അപ്പൊ ലക്ഷ്മിക്കുട്ടീനെ അവിടെ നിന്ന് മാറ്റുന്നെന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരി കോളുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ലോബിയിലോട്ട് വരും. ലോബിയിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പോലീസുകാരൻ പറയും ഇന്ന പോലെ എന്താ പറയുക സാർ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ലക്ഷ്മിക്കുട്ടി നേരെ മുറിയിലേക്കാണ് ഓടുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് ഇവള് കണ്ടതല്ലേ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഇയാളെ മുന്തിക്കൊണ്ട് പോകുന്നത്, പിന്നെ ഇവളെന്ത് തേങ്ങ ഇല്ല. അരമണി അവിടുന്ന് ഇപ്പൊ സമയമായെങ്കിൽ നമുക്ക് ഓർക്കാം. ജസ്റ്റ് ഇയാളെ വിളിച്ചോണ്ട് പോകുന്നു, അതേ സമയം തന്നെ ഇവക്ക് കോൾ ഉണ്ടെന്ന് പറയുന്നു. ഇവള് ഇപ്പൊ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്നതേ ഉള്ളൂ. ഇവൾ ഓടിക്കേറി മുറിക്കകത്തോട്ട് കയറുമ്പോ ബാബു ആന്റണി കട്ടിലിന്റെ അടി കിടക്കുകയാണ്. എന്നാ ഇവൻ എന്താ അസാസൻ ഞാൻ അന്നേരം ഇവള് വന്ന് അവിടെ ഒന്ന് നിൽക്കുമ്പോ അവളുടെ കാലം പിടിച്ച് താഴോട്ട് വലിക്കുക. അപ്പൊ കുറച്ചു നേരം വിചാരിച്ചു കാണും സാരി എടുത്ത് വെക്കുന്നത്. ഒരു കാര്യവുമില്ല. പുള്ളിക്ക് അവിടെ തന്നെ ഒരു 5 മിനിറ്റ് കിടന്നു കഴിഞ്ഞാല് അറ്റൻഡറെ ചെക്കപ്പ് കഴിഞ്ഞ് ഇവനെ കൊണ്ടുവന്ന് ആ കട്ടിലെ കൊണ്ട് കിടത്തും. സുഖമായിട്ട് കട്ടിന്റെ അടിയിൽ നിന്ന് ചെയ്തിട്ട് വന്ന് അവനെ കൊന്നിട്ട് പോകും. ഒരു കാര്യമില്ലാതെ ലക്ഷ്മിക്കുട്ടിയുടെ കാലം പിടിച്ച് വലിച്ച് പുള്ളിക്കാരൻ നല്ല ചവിട്ട് വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് ഇറങ്ങി ഓടാൻ നേരത്ത് കഥകിന്റെ അവിടെ വരുമ്പോ കഥക് വെച്ചിട്ട് തലക്കെട്ടിടിക്കും. അങ്ങനെ ലക്ഷ്മിക്കുട്ടി ബാബു ആന്റണിയെ വെട്ടിച്ച് താഴോട്ട് ഓടും. ബാബു ആന്റണി താഴെ വന്നു കഴിയുമ്പോഴത്തേക്കും സുകുമാരനും അവിടെ എത്തും. അങ്ങനെ ബാബു ആന്റണിയുടെ ആ ഒരു ശ്രമം പാഴാകും. ശ്രമം പാഴായി കഴിഞ്ഞ് ഖാലിദിന്റെ അടുത്ത് വന്നു കഴിയുമ്പോഴാണ് പുള്ളി പറയും, പുള്ളി പരാജയപ്പെട്ട് വന്നു എന്ന് പറയുന്ന നാണമില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പൊ പറയും ഞാൻ മറ്റൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവളെ വിളിച്ചു വരുത്തും എന്നുള്ള രീതിയിൽ പറയും. ഞാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും എന്ന് പറയും. നല്ലൊരു അവസരമല്ല നഷ്ടപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കും എന്ന് പറയും. അങ്ങനെ പുള്ളി ഉണ്ടാക്കിയ സിറ്റുവേഷനാണ് ലക്ഷ്മിക്കുട്ടീനെ കടത്തിക്കൊണ്ടുപോകുക. അതെ, CR7 ഭാഷയിൽ അതിനെ തുച്ഛമായ വ്യാപാരം എന്നാണ് അദ്ദേഹം അതിനെ വിളിക്കുന്നത്. ഇവര് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഗീതയുടെ അടുത്ത്, അതായത് സുകുമാരന്റെ വൈഫിന്റെ അടുത്ത് പുള്ളി ചോദിക്കുമ്പോ ലക്ഷ്മിക്കുട്ടി എന്തെന്ന് ചോദിക്കുമ്പം അവൾ ഇതുവരെ വന്നില്ല എന്ന് പറയും. അപ്പം അവള് നേരത്തെ ഹോസ്പിറ്റലിൽ ഇറങ്ങിയതാണല്ലോ, അരമണിക്കൂർ നേരത്തെ പുറപ്പെട്ടാണല്ലോ എന്ന് ചോദിക്കും. അത് കഴിഞ്ഞിട്ടാണ് CR7 കോള് വരുന്നത്. CR7 കോള് വരുമ്പോ പറയും ലക്ഷ്മിക്കുട്ടി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, ഇതൊരു തുച്ഛമായ വ്യാപാരമാണെന്ന് അറിയാം. അങ്ങനെ തുച്ഛമായ വ്യാപാരം അതെന്താണിത്? ചീപ്പ് ബിസിനസ്, ചീപ്പ് ട്രിക്ക് ആണെന്ന് അറിയാം. ട്രാൻസ്ലേറ്റിന് പകരം വന്ന് വർക്ക് ചെയ്തിരുന്ന ഏതൊരു ചേട്ടൻ എഴുതി കൊടുത്തതാവാനുള്ള ഡിക്ഷണറിയിൽ നിന്ന് എടുത്തെഴുതിയതായിരിക്കും. ചീപ്പ് എന്നുള്ളതിന് തുച്ഛം എന്നുള്ള അർത്ഥം മാത്രം അല്ലല്ലോ ഉള്ളത്. അപ്പം അതൊരു തരംതാണ പരിപാടിയാണെന്ന് അറിയാവുന്നു, അങ്ങനെ പറയാൻ ആ ഒരു ഇതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ തുച്ഛമായ വ്യാപാരം അത് CR7 സ്റ്റാറ്റസിന് അത് പറ്റണ്ടേ. പുള്ളിയുടെ മോന്തയ്ക്ക് അങ്ങനെ അലവലാതി വാക്കുകളൊന്നും ചേരില്ല. ഐ എം നോട്ട് എൻ അലവലാതി മാൻ എന്ന് പറയില്ലേ. കറക്റ്റ്. വളരെ തുച്ഛമായ ഒരു വ്യാപാരമാണെന്ന് അറിയാം, എങ്ങാലും നിങ്ങൾ ഇവിടെ വരണം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷെ അവിടെയും രഘുവരൻ ജോളിക്കപ്പിച്ചൊക്കെ മാറ്റിവെച്ച് വീണ്ടും പറ്റിക്കും. അപ്പൊ എന്താണേലും അങ്ങനെ ഫൈനലി CR7 ഡെഡ് ആവുകയാണ്. പിന്നെ നമ്മുടെ കീരിക്കാടൻ ജോസിന്റെ കഴുത്തൊടിച്ചാണ് കൊല്ലുന്നത്. പെട്ടെന്ന് ചാവത്. ഞാൻ വിചാരിച്ചില്ല അത്ര പെട്ടെന്ന് അങ്ങ് ഒരു ഈസി ഡെത്ത് ആയിരുന്നു, മീൻ ഈസി കില്ലായിരുന്നു. പക്ഷെ അത് കൊള്ളായിരുന്നു, നല്ലായിരുന്നു. ആദ്യം ഇങ്ങനെ വലിച്ച് താഴോട്ട് ഇട്ടിട്ട് കാല് വെച്ച് കഴുത്തിന്റെ മണ്ടയിൽ ഇങ്ങനെ താത്തി പിടിച്ചിട്ടാണ് കഴുത്തിങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ തിരിച്ചിങ്ങനെ കോഴീനെയൊക്കെ കൊല്ലുന്ന പോലെ ഇങ്ങനെ ഒറ്റടിക്ക് കൊല്ലും. ബാബു ആന്റണീനെ കൊന്നത് ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു. ആ ഒരു ബുള്ളറ്റ് ഇങ്ങനെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഓരോ ഇങ്ങനെ വെടി വെച്ച് അതിങ്ങനെ കറങ്ങി ചേമ്പറിൽ വന്നപ്പോ ബാബു ആന്റണി ഭയങ്കര സ്ലോ ആണ് ഇതിനകത്ത്. സത്യം പറഞ്ഞ പുള്ളിയുടെ കയ്യിൽ ഒരു വലിയ കമ്പിപ്പാരായിരുന്നു, പുള്ളിക്ക് അത് കുത്തി കൊല്ലാവുന്നതേ ഉള്ളായിരുന്നു ഈ റുളറ്റ് കളിക്കുന്ന. പുള്ളി ദൂരെ നിന്ന് ഓടി വരുവല്ലേ, പുള്ളിക്ക് എറിഞ്ഞാ മതിയായിരുന്നു. എനിക്ക് ഉന്നമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഓടി ഒന്ന് കുത്തിക്കൊല്ലാന്ന് വിചാരിച്ചു. പക്ഷെ ബാബു ആന്റണിയാണ് അതിലെ ഏറ്റവും ഹീനമായ ക്രൂരകൃത്യം ചെയ്യുന്നത്, നമ്മുടെ പട്ടിക്കുട്ടിയെ കൊന്നത്.
അത് വളരെ ദാരുണമായ ഒരു കാര്യമായിരുന്നു. ആ ഒരു മൊമെന്റിൽ പുള്ളി വിഷമാവുമെങ്കിലും പിന്നെ ഞാൻ ഓർത്ത് ജോൺ വിക്ക് മോഡിലോട്ട് പുള്ളി ഇറങ്ങുമായിരിക്കും എന്നുള്ള ഐ കിൽ ദം ഓൾ എന്നുള്ള രീതിയിൽ പറയുമായിരിക്കും. പക്ഷെ പിന്നെ വലിയ സുഖുവേട്ടൻ ഇച്ചിരി ഒന്ന് കാം ചെയ്യിപ്പിച്ചു. കാം ഡൗൺ ബോയ്, കാം ഡൗൺ, നമുക്ക് പിടിക്കാം, നമുക്ക് നിയമപരമായിട്ട് തന്നെ നീങ്ങാം എന്ന് പറയുമ്പോൾ പുള്ളിക്ക് പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ പുള്ളി അങ്ങ് മനസ്സിലാകും. ആഫ്റ്റർ ഓൾ ഹീസ് നോട്ട് ജോൺ വിക്ക്, ഹീസ് എ പോലീസ് ഓഫീസർ എന്നുള്ള കാര്യം പുള്ളി തിരിച്ചറിയുകയാണ്. പക്ഷെ പുള്ളി ആ മോഡിലോട്ട് ഇറങ്ങണമായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാല് ജോൺ വിക്കിൽ ഉണ്ടാവുന്ന ആ ഒരു ആഫ്റ്റർ എഫക്ട് തന്നെയാണ് ഇതിനകത്തിലുണ്ടാകുന്നത്. എല്ലാ എണ്ണത്തിനെയും പുള്ളി കൊല്ലും. ആ ശരിയാ, ഒറ്റ ഒരെണ്ണം ബാക്കിയില്ല. എല്ലാ എണ്ണത്തിനെയും കൊല്ലും. ഗുണ്ടാ സംഘത്തിനെയും ഖാലിദിനെയും എല്ലാത്തിനെയും തീർക്കും. എല്ലാത്തിനെയും പുള്ളി തന്നെയാണ് തീർക്കുന്നത്. അതെ, പോലീസുകാർ പിന്നെ ഭയങ്കര കാര്യക്ഷമതയുള്ള ടീമായിരുന്നു ഇതിന്റെ അകത്ത്. പുള്ളി രാജംബി ദേവിന്റെ റെക്കോർഡിങ്ങും കൊണ്ട് വീട്ടിൽ വന്നിട്ട് അവിടെ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, അപ്പൊ നിങ്ങൾ അവിടെ അപ്പോഴത്തേക്ക് നിങ്ങൾ ഫോഴ്സുമായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ടാണ് അവിടോട്ട് ചെല്ലുന്നത്. അവിടെ ചെന്ന ഒരു എൻറ്റയർ സംഘടന സീനും കഴിഞ്ഞ് തലയ്ക്ക് അടിയും കിട്ടിക്കഴിഞ്ഞ് പുള്ളി ചാവാറായി കിടക്കുമ്പോഴാണ് ഇവന്മാർ അപ്പോഴേക്കും വന്നു. അത് ഭാഗ്യം. അത് ഞങ്ങളാ പുള്ളി അവിടുന്ന് തലക്കടി കിട്ടിയ പുള്ളി അവിടുന്ന് തൂക്കിയെടുത്തെന്നൊക്കെ. ഇവനെയൊക്കെ എന്തോത്തിന് പോലീസിലെടുത്തത് ഞാൻ അന്നേരം പുറത്തു. നേരത്തെ വിളിച്ചിട്ട് പുള്ളി അവിടുന്ന് ഇവിടം വരെ എത്തിയിട്ടും ഇവന്മാരെത്തിയില്ല. ഇവ പോലീസ് സ്റ്റേഷൻ ദൂരെ ആയിരിക്കും ചിലപ്പോ. ആയിരിക്കും, ചിലപ്പോ അപ്പുറത്തെ ജില്ലയിലായിരിക്കും ഉണ്ടായിരുന്നു. പുള്ളി ഷിപ്പ്യാർഡാണ് അവിടെ നിന്ന് പോയിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞ് പുള്ളിയുടെ വീട് വരെ ചെന്നിട്ട് അവിടെ വന്ന് കാസറ്റ് മറ്റേ ഇതിന്റെ അകത്തിട്ട് പ്ലേ ചെയ്ത് നോക്കി കൺഫേം ചെയ്ത് അതെടുത്ത് ഒളിപ്പിച്ച് സംഘടന കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇവന്മാര് കെട്ടിയെഴുതുന്നത് ഫോഴ്സുമായിട്ട്. എന്താണേലും കൊള്ളാം. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അല്ല, എന്റെ എൻഡിങ്ങും കൂടെ പറഞ്ഞോളൂ. അതിനൊരു ടെയിൽ എൻഡിങ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞു CR7 എല്ലാം കൊന്ന കഴിഞ്ഞിട്ട് ഒരു ടെയിൽ എൻഡിങ്ങും കൂടെ ഉണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് റാപ്പ് ചെയ്യാം. അത് ഉർവശീനെ മീറ്റ് ചെയ്യുന്നല്ലേ കാറിൽ വന്നിട്ട് ഒരു ശോഭിച്ചിരിക്കാത്ത എന്നുള്ളൊരു പറഞ്ഞ്. പക്ഷെ അത് ക്യൂട്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല എൻഡിങ് ആഫ്റ്റർ ഓൾ ആഫ്റ്റർ ഓൾ പുള്ളിക്കാരി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ടോണിക്ക് വേണ്ടി പാവം ബാബു ആന്റണിയൊക്കെ ചവിട്ടിയൊക്കെ ഇടുന്നുണ്ട്. ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. സ്വീറ്റ് ആയിട്ടൊക്കെ സംസാരിക്കാനൊക്കെ ശ്രമിക്കും. അയാൾ ഭയങ്കര മോഡേൺ. ഒരു ദിവസം ഇയാളുടെ വീട്ടിലൊക്കെ പോകുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് ടോണി ഫുഡ് കഴിച്ചോ, ടോണി നോക്കത്ത് പോലില്ല നീ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് പോലും ചെയ്യാതെ അടച്ചിട്ട് പുള്ളിയുടെ പണി നോക്കിപ്പോ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ആ കഷ്ടപ്പാടിന് ബലം ഉണ്ടാകും. ഫൈനലി പുള്ളിക്കാരി മൈൻഡ് ചെയ്യാതെ, അതായത് ഇയാള് കാറിൽ വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ് കോളേജിന്റെ മുമ്പിൽ. അപ്പൊ എന്തോ കൊടുക്കുവോ എന്തോ ചെയ്യും. അപ്പം പുള്ളിക്കാരി ഓക്കെ എന്ന് പറഞ്ഞു പുള്ളിക്കാരി മൈൻഡ് ചെയ്യാതെ ഇനിയിപ്പം ഹോസ്പിറ്റലിൽ വെച്ച് കാരണം പുള്ളിക്കാരി നടക്കുമ്പോ ഒരുമാതിരി ഈ ഉത്സവത്തിനൊക്കെ ആന എഴുന്നള്ളിച്ചോണ്ട് വരുന്ന പോലത്തെ ചെലങ്ക സൗണ്ട് ഒക്കെ കേൾക്കുന്നു, കുൽച്ച് എന്നൊക്കെ പറഞ്ഞോണ്ട്. പക്ഷെ അപ്പൊ എനിവേസ് അപ്പൊ ഹോസ്പിറ്റലിൽ എവിടെയോ വെച്ചിട്ട് ഒരു കൊലുസ് പോകുന്നുണ്ട്. ആ കൊലുസ് പുള്ളി സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് അവസാനത്തെ സീനിൽ കൊലുസ് ഇങ്ങനെ കൊടുക്കുമ്പം പുള്ളിക്കാരി താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അങ്ങ് പോകും. കാരണം ഇതിനെ ഇനിയും ട്രൈ ചെയ്തിട്ട് കാര്യമില്ല, എന്റെ ട്രൈ എല്ലാം തീർന്നു, എനിക്കിനിയും കൊടുക്കാൻ ട്രൈ ഒന്നും ഇല്ലെന്ന് പറയുന്ന അവസ്ഥയിലെത്തി. അപ്പോഴത്തേനും പിന്നെ അപ്പൊ പുള്ളി തിരിച്ചിങ്ങോട്ട് ചോദിക്കും എന്തോന്ന് താങ്ക്സോ എന്തോ പറയും. അപ്പൊ പുള്ളി ചോദിക്കും അവിടെ നിന്ന് എന്തോന്ന് എന്ന് ചോദിക്കും. അപ്പൊ പുള്ളിക്കാരി ചിരിക്കും. അങ്ങനെ അവരൊന്നിക്കും. അതാണ് എന്റെ ഒരു ഫൈനൽ. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു എൻഡിങ് ആയിരുന്നു. ഹാപ്പി എൻഡിങ്ങും ആണല്ലോ. ഐ മീൻ ഓൾദോ പുള്ളിക്കൊരു പാർട്ട്ണറിനെ നഷ്ടപ്പെട്ടെങ്കിലും ഹി ഗോട്ട് എ റെസൊല്യൂഷൻ ഇൻ ഹിസ് ലൈഫ് എന്ന് പറയുന്ന ഒരു ജോൺ വിക്കിന്റെ കൂട്ട് ജോൺ വിക്ക് 4 അന്ത്യം സൂര്യാസ്തമനം കണ്ടങ്ങ് തീരുമല്ല. ജോൺ വിക്കിന്റെ ഇച്ചിരി ബ്രൂട്ടലാണല്ലോ പുള്ളി. ലോകത്തുള്ള സകല ഇടിയും കൊണ്ട് വിരലും മുറിഞ്ഞ്. അതെ, ഇനിയിപ്പോ പുള്ളിക്ക് വരാൻ ഇഞ്ചുറീസ് ഒന്നും ഇല്ല. എനിക്കിനി ചത്താ മതി, എനിക്ക് ഒരു ഓലക്കീറും വെള്ളമുണ്ടും എടുത്തോ എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോഴാണ് 4ാമത്തെ സ്റ്റെപ്പ് മറ്റേ 18ാം പടിയുടെ മണ്ടെന്ന് താഴോട്ട് വീഴുന്ന അത് ഓക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് മറ്റേ ഇവരൊരു ബിൽഡിങ്ങിന്റെ സെക്കൻഡ് ഫ്ലോറിൽ നിന്നിട്ടേ ആ സെക്കൻഡ് ഫ്ലോറിൽ താഴോട്ട് വീഴുമ്പോ 2-3 കമ്പിയേല് നട്ടലിടിച്ച് വീഴുന്ന ഒരു സാധനമുണ്ട്. അത് എനിക്ക് ഭയങ്കര അതെനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അങ്ങനെ വീണോണ്ടാ കൂടുതൽ കാര്യമായിട്ടൊന്നും. കാര്യം ആ ഫോൾ അത് ബ്രേക്ക് ആയി ഓരോ സ്ഥലത്ത് ഇടിച്ചിടിച്ചിടിച്ച്. പക്ഷെ ചതഞ്ഞായിരിക്കും വീണത്. അവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് ഒടിഞ്ഞിട്ടുണ്ടാവും. ഇതൊന്ന് റബ്ബർ എല്ലാം വെച്ചുണ്ടാക്കിയ മനുഷ്യനാണെന്ന് ഇടയ്ക്ക് ആലോചിക്കാം. ജോൺ വിക്ക് ചെറിയ രീതിയിലൊരു സൂപ്പർ ഹ്യൂമൻ ആണ്.
അപ്പം നമ്മുടെ ഇന്ത്യൻ OG എന്താണ് ജോൺ വിക്കിന്റെ കഥ ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാരും പോയി കാണുക. വ്യൂഹം ഇസ് ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം. അതൊരു നമുക്ക് അല്ല ഞങ്ങളിപ്പോ പറഞ്ഞതില് കുറച്ച് കോമഡി പോലെ നമ്മൾ പറഞ്ഞെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറെ ക്യൂട്ടായിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട്, ഭയങ്കര മാച്ചോ മൊമെന്റ്സ് ഉണ്ട്. രഘുവരൻ എന്ന് പറയുന്ന ആക്ടറിനോട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന ഒരു രീതിയിലുള്ള ഒരു റോളുമാണ്. പറഞ്ഞു. അല്ല, പുള്ളീനെ ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് നമ്മൾ അങ്ങനെ അധികം കാണാറില്ലല്ലോ. പുള്ളി ഒരു ഡെഡ്ലി വില്ലൻ ആയിട്ടൊക്കെ അങ്ങനെയൊക്കെയല്ലേ കൂടുതലും വരാം. പിന്നെ പുട്ടുറുമിസിന്റെ അകത്ത് ഇത്തിരി ഡെഡ്ലി ആയിരുന്നു. കുറച്ച് കൊടൂര വില്ലനായിരുന്നു അതിന്റെ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിന്റെ അകത്ത് വളരെ എന്താ പറയുന്ന ഒരു ടോർച്ചേർഡ് സോൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ ഹീറോ ആണ്. എന്നാലും പുള്ളിക്ക് ഒരു ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ്. അത് പുള്ളി പറയേണ്ട കാര്യമില്ലല്ലോ, ലെജൻഡ് ആയതുകൊണ്ട് തന്നെ. പണ്ടത്തെ കാലത്ത് അല്ല, ഈ പാർവതിയുടെ കാലഘട്ടം പറയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞില്ല, ഒരു ഭയങ്കര ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിലാണ്. ഇത് വൈഫാണോ എന്ന് ഞങ്ങൾക്ക് ഡൗട്ട് തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത്, അവരുടെ ഡ്രീമില് അവരിങ്ങനെ പറയുന്നുണ്ട്, എനിക്കൊരു സ്വപ്നമുണ്ട്. രഘുവരൻ പറയാണ്, ടോണി എന്ന് പറയുന്ന ക്യാരക്ടർ, രഘുവരന്റെ ക്യാരക്ടർ ഇങ്ങനെ പറയാണ്, എനിക്ക് ഭയങ്കര സ്വപ്നമാണ്, നമുക്ക് 5 പിള്ളേര് വേണം, 3 ആൺകുട്ടികൾ, 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര അവരൊരു ഹോംലി സിറ്റുവേഷനിലാണ് അവര് താമസിക്കുന്നതും. അവര് അങ്ങനെ ഒരു ഭയങ്കര ഒരു എന്താ റൊമാൻറ്റിക് ആയിരുന്നു പുള്ളി. പക്ഷെ അങ്ങനെ ഒരു റൊമാൻറ്റിക് ആയ പുള്ളി ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിക്കുന്ന ഭാര്യയോടെ പുള്ളി ഒരു ഭയങ്കര റഫ് ഹീറോ ആയി മാറുകയാണ്. ഭയങ്കര അടിപൊളി പടമാണ്. നമുക്ക് ഇടിവെട്ട് വില്ലന്മാരുണ്ട്, ഒരു വില്ലനല്ല, കുറെ വില്ലന്മാര്. യെസ്, അബ്ദുൾ രാജു ഉണ്ട്, ഖലിദ്. പിന്നെ ആ ഐക്കോണിക് ഡയലോഗ് നമുക്ക് മറക്കാൻ പറ്റില്ല. ഇപ്പൊ ലവ് ഇൻ സിംഗപ്പൂരിലെ മറ്റേ വീണ് കിടക്കുന്നവരെ അടിക്കരുത് എന്ന് പറയുന്ന പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗാണിത്. ശല്യം ചെയ്യുന്ന പ്രാണികളെ എറിഞ്ഞുകൊല്ലുന്ന അബ്ദുൾ രാജു. എല്ലാരും, ഞാൻ പറയുന്നത് എല്ലാരും പോയി കാണേണ്ട പടമാണ്. എക്സ്പെഷ്യലി ഇന്നത്തെ കാലഘട്ടത്തില്, ഇപ്പോഴത്തെ ഒരു എന്താണ് നമ്മുടെ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് ഇത് എന്താണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പടമാണ് വ്യൂഹം. ഇത് അധികം അങ്ങനെ റെക്കമെൻഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ആൾക്കാർ അധികം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സിനിമ ഞാനും ടിവിയിൽ ഈ പടം കണ്ടിട്ടില്ല. ദിഗംബരം കണ്ടിട്ടുണ്ട് ടിവിയിൽ ഈ പടം വന്ന്. ടിവിയില് വന്ന് കണ്ടിട്ടില്ല. ഞാനിത് ഇതിനെക്കുറിച്ച് അറിയുന്ന തന്നെ ഈ കത്തിയേർ സീൻ കണ്ടിട്ടാണ്. ശല്യം ചെയ്യുന്ന പ്രാണികളെ അത് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു റീലിൽ ഇങ്ങനെ കണ്ടു. അപ്പോഴാണ് ഇത് ഏതാ പടം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയപ്പോഴാണ് വ്യൂഹം എന്നുള്ളതാണ്. അപ്പൊ അത് കണ്ടിട്ടില്ലല്ലോ, ടിവിയിൽ അങ്ങനെ വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പടമാണ്. ഭയങ്കര അത്യാവശ്യം വേണ്ട എലമെന്റ്സ് എല്ലാം ഉണ്ട്. പ്രേമമുണ്ട്, ഒരു ബാക്ക് സ്റ്റോറി ഉള്ള ഒരു ഹീറോ ഉണ്ട്, നല്ല വില്ലന്മാര്, മെയിൻ വില്ലൻ അടിപൊളി, പിന്നെ അല്ലാതെ ചെറിയ ചെറിയ വില്ലന്മാരെല്ലാം സൂപ്പർ, നല്ല ആക്ഷൻ സീക്വൻസസ്, എന്താണ് ഒരു സ്ട്രോങ് സോളിഡ് ആയിട്ടുള്ള ഒരു മെന്റർ, അതായത് സുകുമാരന്റെ ക്യാരക്ടർ. പിന്നെ അതുപോലെ എന്താ ഹീറോ ആണെങ്കിലും അടിപൊളി ഹീറോ, 2 ഭയങ്കര അടിപൊളിയായിട്ടുള്ള, അതായത് ഇതിനകത്തിലെ ഹീറോയിൻ വെറും ഒരു കലിപ്പൻ കാന്താരി ടൈപ്പ് ഹീറോയിൻ അല്ല. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്തില് മുമ്പേ ദിഗംബരം കഥ പറഞ്ഞപ്പം എന്താണ് നമ്മുടെ ഊർവശിയുടെ ക്യാരക്ടർ അത്യാവശ്യം ഒരു റെസ്പോണ്ട് ചെയ്യുന്ന ക്യാരക്ടറാണ്. അല്ലാതെ അയ്യോ എന്നെ അടിച്ചോ എന്നാ ഞാൻ ഇവിടെ മൂലക്കിരിക്കാം അങ്ങനത്തെ ടൈപ്പ് ക്യാരക്ടർ അല്ല. ഊർവശി നല്ലതായിട്ട് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പോലീസുകാരൻ എന്താ എന്റെ അനിയത്തിയാണെന്ന് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. ഭയങ്കര സോളിഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടർ ഉണ്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ എല്ലാ കോമ്പോണൻസും ഒന്നിച്ച് വരുന്ന ഒരു അടിപൊളി പടമാണ്. കണ്ടിട്ടില്ലാത്തവരെ ഡെഫിനറ്റ്ലി പോയി ചെക്ക്ഔട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയാണ്. തീർച്ചയായും കാണണം. 1990 ഇറങ്ങിയതാണെങ്കിലും നമുക്ക് ഇപ്പോഴും കണ്ടാസ്വദിക്കാവുന്ന രീതിയിൽ നല്ല സ്ക്രീൻ പ്ലേ ആണ്. കാര്യം ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിലുകളൊക്കെ ഉണ്ടല്ലോ, അത് പിന്നീട് പടത്തിൽ വേറൊരു പോയിന്റിൽ അത് വരുമ്പോഴത്തേക്ക് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് വ്യൂഹം. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണുക. ആൻഡ് എക്സ്പെഷ്യലി ഇൻ ദ സിറ്റുവേഷൻ ദാറ്റ് ഇസ് ഗോയിങ് ഓൺ അറൌണ്ട്, ന്യൂസിലൊക്കെ നമ്മൾ കാണുന്ന ഒരുപാട് വയലൻസും കാര്യങ്ങളും എല്ലാം ഡ്രഗ് ബേസ്ഡ് ആണ്. അന്നത്തെ കാലത്ത് തൊട്ടേ ഇതിനൊരു ഭയങ്കര എന്താ പറയുന്ന ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഇതാണ് ഒരു ഡ്രഗ് ഫ്രീ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച ഹീറോ ബിഫോർ വിക്രം. അപ്പം അങ്ങനത്തെ ഒരു ഹീറോയിനെ കാണാൻ നിങ്ങൾ ഡെഫിനറ്റ്ലി വ്യൂഹം ചെക്ക്ഔട്ട് ചെയ്യുക. സോ അൺടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് മീ UDC Kumari signing out with Mr. Digambaran. Bye. Bye. ഓഫീസർക്ക് ഈ കത്തി ഇഷ്ടമായോ? 2 ഉപയോഗങ്ങളാണ് ഇതിന്.
ഒന്ന്, ഇതുകൊണ്ട് ഞാൻ ആപ്പിൾ മുറിക്കും. പിന്നെ എന്നെ ശല്യപ്പെടുത്തുന്ന പ്രാണികളെ ഞാൻ എറിഞ്ഞു കൊല്ലും. Like this. ഞാൻ ആപ്പിള് കഴിക്കാറില്ല, അതുകൊണ്ട് ഒരു കത്തിയുടെ ആവശ്യം ഉണ്ടായിട്ടുമില്ല. പിന്നെ ശല്യപ്പെടുത്തുന്ന പ്രാണികൾ, അതിന് ഞാൻ കത്തി ഉപയോഗിക്കാറില്ല. പകരം നിങ്ങൾ കമാൻഡോ ട്രെയിനിങ് കിട്ടിയ ആളായിരിക്കാം, ആന്റി ടെററിസ്റ്റ് വിങ്ങിൽ വർക്ക് ചെയ്തിരിക്കാം. അതുകൊണ്ട് ആളുകളെ കൊല്ലാനുള്ള ലൈസൻസ് നിങ്ങൾക്കില്ല. ഇവിടെ ഒരു ഓഫീസർക്ക് ഏറ്റവും ആവശ്യം ആത്മനിയന്ത്രണമാണ്, സെൽഫ് കൺട്രോൾ. സോ യു റിമെമ്പർ ദാറ്റ്. ഐ എം എ പോലീസ് ഓഫീസർ സർ. ഒരാളിനെ കൊല്ലാൻ വന്ന പിന്നെ ഞാൻ എന്ത് ചെയ്യണം? തോക്ക് അവന്റെ കാൽക്കൽ വെച്ച് തൊഴണോ? പിന്നെ എന്തിനാ ഗൺ ലൈസൻസ്?